വ്യാജമായിൻ അമ്മാബാൻ ഞാൻ നിൽക്കാൻ നമ്മളുടെ ഇന്നത്തെ ഒരു ചർച്ചയായി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് വേണോ വിവാഹം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വിവാഹത്തെയും അതുപോലെയുള്ള പല സാമൂഹിക വ്യവസ്ഥകളെയുമൊക്കെ ചിന്തിക്കുമ്പോൾ, അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴും വിലയിരുത്തുമ്പോഴൊക്കെ സംഭവിക്കുന്ന ഒരു ബുദ്ധിപരമായ അബദ്ധമാണ് കോഗ്നിറ്റീവ് ഈസ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, സിഗരറ്റ് വലിച്ചുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി ആളുകൾ പ്രമേഹ രോഗം കൊണ്ട് മരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സിഗരറ്റിനേക്കാൾ അപകടകരമാണ് ഒരു സ്നിക്കർ മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളിൽ എല്ലാവരും അത് വിശ്വസിച്ചിട്ടുണ്ടാവും. ഈ ഒരു വാചകത്തിന്, ഈ ഒരു പ്രസ്താവനക്ക് ഒരു അടിസ്ഥാനമില്ല, ഉണ്ടാക്കപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ കേൾക്കുമ്പോൾ അതിനൊരു ആധികാരികത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ബുദ്ധി തീരുമാനിക്കും, അധികമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ബുദ്ധിക്ക് പണിയെടുക്കാൻ മടിയാണ്. ഇതിനാണ് കോഗ്നിറ്റീവ് ഈസ് എന്ന് പറയുക. പ്രസ്താവനകൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഫെമിലിയാരിറ്റി നമ്മളുടെ മനസ്സിൽ വരുന്നു. ഇത് ഒരുപാട് കേട്ട കാര്യമാണ്, അപ്പോൾ ഇതുകൊണ്ട് അത് സത്യമായിരിക്കും എന്ന് നമ്മളുടെ ബുദ്ധി തീരുമാനിക്കും. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കോഗ്നിറ്റീവ് ഈസിൻ്റെ ഒരു തലം എന്ന് പറയുന്നത്. ഇതുപോലെ കുറേ പ്രസ്താവനകൾ നമ്മളുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകൾ അത് കേൾക്കുമ്പോൾ സത്യമാണ് എന്ന് വിചാരിക്കുകയും ചെയ്യും. അതിലൊന്നാണ്, മതത്തിൻ്റെ പേരിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. മിക്കവാറും ആളുകൾക്ക് ശരിയാണെന്ന് തോന്നും. ആരെങ്കിലും ഈ കൊലപാതകങ്ങളൊക്കെ വെച്ച്, ക്രൈമുകളൊക്കെ വെച്ച് പഠിച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാക്കി എന്നിട്ട് പ്രസ്താവിച്ചതാണോ? അല്ല. അതിലൊരു പഠനവും നടന്നിട്ടില്ല. ആരും ഇതുവരെ മതത്തിൻ്റെ പേരിലാണ് കൂടുതൽ കൊല്ലപ്പെട്ടതെന്ന് തെളിയിച്ചിട്ടുമില്ല. പക്ഷേ നമ്മളെ നാട്ടിൽ കുറച്ച് കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ചിന്തിക്കാതെ ഈ പ്രസ്താവന അങ്ങോട്ട് സ്വീകരിക്കുക. ഇതാണ് കോഗ്നിറ്റീവ് ഈസ് എന്ന് പറയുന്നത്. ഇതുപോലെ മറ്റൊന്നാണ് ഹാസ്റ്റി ജനറലൈസേഷൻ ഫാലസി എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവമുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും ആ അനുഭവം തന്നെ ആയിരിക്കും. എൻ്റെ ഭർത്താവ് എന്നോട് നന്നായി പെരുമാറിയിട്ടില്ല, എൻ്റെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ എപ്പോഴും തർക്കമായിരുന്നു, അതുകൊണ്ട് ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ് എന്ന് ജനറലൈസ് ചെയ്യുന്ന ഒരു സംഗതിയും നമ്മളുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ പറയപ്പെടുന്ന, ജനറലൈസ് ചെയ്യുന്ന, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഈസിന് ഭാഗമാകുന്ന ഒരു സംഗതിയാണ് വിവാഹം ഒരു ട്രാപ്പാണ്. വിവാഹം കൊണ്ട് കുടുങ്ങിയേ ഉള്ളൂ, വിവാഹം കൊണ്ട് സന്തോഷമൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ ആവർത്തിച്ച് പലപ്പോഴും ഇങ്ങനെ റീൽസിലൂടെയും ഷോർട്സിലൂടെയും സെലിബ്രിറ്റികളുടെ വാചകങ്ങളിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മളുടെ മനസ്സിലും തോന്നാണ് വിവാഹം എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നത്. ഇതിനെ കോഗ്നിറ്റീവ് ഈസ് എന്നാണ് പറയുക. പഠനങ്ങളുടെ, സോഷ്യൽ സയൻസ് ആകട്ടെ, ന്യൂറോ സയൻസ് ആകട്ടെ, ബയോളജി ആകട്ടെ, ഒന്നിൻ്റെയും അടിത്തറ ഇല്ലാത്തൊരു പ്രസ്താവന, പക്ഷേ സത്യമാണെന്ന് തോന്നുന്നു. കാരണം എന്താ, ഓരോ പ്രാവശ്യം, ഇപ്പോൾ ഈ അടുത്ത് മുനിസിപ്പാലിറ്റി കക്കൂസ് പോലെയാണ് ദാമ്പത്യം എന്നാണ് ഒരാൾ പറയുന്നത്. ഇതൊക്കെ വളരെ റീച്ച് കിട്ടുന്ന, ഫെമിലിയറായി നമുക്ക് തോന്നുന്ന വാചകങ്ങളാണ്. മറ്റൊരാൾ പറഞ്ഞു, പഴയ KSRTC ബസ് പോലെയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. പുതിയ AC ഡിലക്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഇതിനൊരു വിലയില്ല. ഈ പ്രസ്താവനകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള സെലിബ്രിറ്റി പറയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ ട്രാപ്പാണ് എന്നൊക്കെ തോന്നുമ്പോൾ, എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സ്, നമ്മളെ ബുദ്ധി വിചാരിക്കും എന്നാൽ അത് സത്യമായിരിക്കും. ഇതിനാണ് കോഗ്നിറ്റീവ് ഈസ് എന്ന് പറയുക. ഇതിനപ്പുറം ഈ കോഗ്നിറ്റീവ് ഈസ് ആകട്ടെ, ജനറലൈസേഷൻ ഫാലസി ആകട്ടെ, ഇതിനൊക്കെ അപ്പുറം പഠനങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് സയൻറ്റിസ്റ്റുകൾ, സോഷ്യോളജിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പഠനങ്ങൾ നിലവിലുണ്ട്. ഈ പഠനങ്ങളൊന്നും എവിടെയും ആരും ചർച്ച ചെയ്യപ്പെടാറില്ല, ആരും ചർച്ച ചെയ്യാറില്ല. യഥാർത്ഥത്തിൽ ആളുകളുടെ ഒക്കെ ചിന്ത 2018 കണക്ക് പ്രകാരം കോളേജ് വിദ്യാർത്ഥികളൊക്കെ വെച്ചിട്ട് ഒരു പഠനം നടത്തിയപ്പോൾ 55% വിദ്യാർത്ഥികളും വിചാരിക്കുന്നത് എൻ്റെ ജോലിയിൽ സക്സസ്ഫുൾ ആയാൽ എനിക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്നതാണ്. 83% വിദ്യാർത്ഥികളും വിചാരിക്കുന്നത് എനിക്ക് കുറേ ധനമുണ്ടായാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ധനത്തിനോ ജോലിയിലെ ഏറ്റവും വലിയ ഉന്നമനത്തിനോ ഒന്നും നമുക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാക്കില്ല എന്നത്
ഒരുപാട് പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് NCBIയിലെ ഒരു ലേഖനത്തിൻ്റെ പേര് തന്നെ ലോട്ടറി വിന്നേഴ്സ് ആൻഡ് ആക്സിഡൻറ്റ് വിക്ടിംസ് ഈസ് ഹാപ്പിനെസ് റിലേറ്റീവ് എന്നുള്ളതാണ്. അപകടത്തിൽ പറ്റി കാലൊടിഞ്ഞ് കിടക്കുന്ന ആളാണോ ലോട്ടറി അടിച്ച ആളാണോ സന്തുഷ്ടൻ എന്നാണ് ആ പഠനം. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ലോട്ടറി അടിച്ച ആൾ തന്നെ ആയിരിക്കും സന്തുഷ്ടൻ എന്ന്. പക്ഷേ ഇതിൽ പറഞ്ഞു വരുന്നത്, ഈ പഠനം നടത്തി ഒരുപാട് ലോട്ടറി അടിച്ച ആളുകൾ പഠിച്ചു, ആക്സിഡൻറ്റ് സംഭവിച്ച് ദുരിതം അനുഭവിക്കുന്ന വ്യക്തികളെ പഠിച്ചു. അവസാനം അവർ കണ്ടെത്തുന്നത് ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിലെ സന്തുഷ്ടത ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒരേപോലെയാണ് എന്നാണ്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്ന ലോട്ടറി അടിച്ച ആളുകൾ പല മണ്ടത്തരങ്ങൾ ചെയ്ത് അവരുടെ ജീവിതം കൂടുതൽ ദുഃഖത്തിലാവുന്നു എന്ന് പോലും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം അടുത്ത് 2026 ഫെബ്രുവരി 2-ാം തീയതി ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനൊരു ട്വീറ്റ് ഇട്ട്, നമ്മളെല്ലാവരും അത് വായിച്ചിട്ടുണ്ടാകും. ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ പറയുകയാണ്, അയാളുടെ എക്സിലൂടെ പങ്കുവെക്കുകയാണ്, മണി കാൻ ബൈ ഹാപ്പിനെസ്. $800 ബില്യൺ ഉടമ പറയുകയാണ് സന്തോഷം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സമ്പത്തിൻ്റെ, നമ്മളെല്ലാവരും സന്തോഷത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് ചിന്തിക്കുന്ന ജോലിയുടെയും വലിയ ഉയർച്ചകളുടെയും സമ്പത്തിൻ്റെയും ഒക്കെ അവസ്ഥ. അതേസമയം 87 വർഷം മനുഷ്യരെങ്ങനെ പിന്തുടർന്ന് പഠിക്കപ്പെട്ട ഒരു പഠനമാണ് ഹാർവേഡ് സ്റ്റഡി ഓഫ് അഡൾട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പഠനം. ഈ പഠനം 4 തലമുറകളോളം സൈക്കോളജിസ്റ്റുകൾ കൈമാറിപ്പോകുന്ന പഠനം ഇപ്പോൾ റോബർട്ട് വാൽഡിംഗർ എന്ന് പറയുന്ന ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം 87 വർഷം തലമുറകൾ ഓരോരുത്തരെയും പഠിച്ചു. അതിൽ പാവപ്പെട്ടവരുണ്ട്, ബോസ്റ്റൺ ഏരിയകളിലുള്ള പാവപ്പെട്ടവരുണ്ട്, ഹാർവേഡിൽ പഠിച്ച വലിയ വലിയ പണക്കാരുണ്ട്, വലിയ നോബൽ സമ്മാനം കിട്ടിയ ആളുകൾ ആ പഠനത്തിലുണ്ട്. അത്രയും വലിയ നേട്ടം ജോലിയിൽ നേടാനില്ല. അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള കെന്നഡി ആ പഠനത്തിലുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ഉയർച്ചയിലേക്ക് പോകാനുമില്ല, അത്രയും താഴ്ചയിലേക്ക് പോകാനുമില്ല. കൽപ്പണിക്കാരും മേസ്തിരികളും കൂലിപ്പണിക്കാരൊക്കെ ആ പഠനത്തിലുണ്ട്. എല്ലാവരെയും വെച്ച് പഠിച്ച് 80ഓളം വർഷം ജീവിച്ച ആ വ്യക്തികളൊക്കെ വെച്ച് പഠിച്ച്, അവരുടെ മക്കളെ പഠിച്ച്, അവരുടെ പേരക്കുട്ടികളെ പഠിച്ച്, അവസാനം 87 വർഷത്തിന് ശേഷം എന്താണ് ജീവിതത്തിലെ സന്തോഷമെന്ന് US പ്രസിഡന്റ് മുതൽ നോബൽ സമ്മാന ജേതാവ് മുതൽ കൽപ്പണിക്കാരൻ വരെ പങ്കുവച്ച രഹസ്യം അത് ബന്ധങ്ങളാണ് എന്നുള്ളതാണ്. എൻ്റെ മക്കളോടൊപ്പം ഉണ്ടായിരുന്ന, എൻ്റെ ഭാര്യയോടൊപ്പം ഉണ്ടായിരുന്ന, എൻ്റെ ഭർത്താവിനോടൊപ്പം ഉണ്ടായിരുന്ന ബന്ധവും ആ നിമിഷങ്ങളുമാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത് എന്ന് പഠനങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനം മാത്രമല്ല സൂചിപ്പിക്കുന്നത്. ദ ബ്രിട്ടീഷ് കോഹറൻറ്റ് സ്റ്റഡീസ്, മിൽസ് ലോങ്ങിറ്റ്യൂഡൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ ചിക്കാഗോ ഹെൽത്ത് സ്റ്റഡി, ഇന്നിങ്ങനെ ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മളുടെയൊക്കെ സന്തോഷത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ കാര്യമെന്ന് പറയുന്നത് അത് ബന്ധങ്ങളാണ് എന്നുള്ളതാണ്. ഏകാന്തമായ സിംഗിൾ ലൈഫ് നമ്മൾ ചൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സന്തോഷമല്ല വരുന്നത് എന്ന് പഠനങ്ങൾ ആവർത്തിച്ച് സൂചിപ്പിക്കുകയാണ്. 2010 നടന്ന ഒരു 148 പഠനങ്ങൾ വെച്ച് നടത്തപ്പെട്ട ഒരു മെറ്റാ അനാലിസിസിൽ 3 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയപ്പോൾ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ അതിജീവന ശേഷി 80% വർദ്ധിപ്പിക്കുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. കല്യാണം കഴിച്ച ആണുങ്ങൾ കല്യാണം കഴിക്കാത്ത ആണുങ്ങളെക്കാൾ 14 വർഷം ഒരു ശരാശരി കൂടുതൽ ജീവിക്കുന്നു എന്ന് കണ്ടെത്തി. കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളെക്കാൾ 7 വർഷം ശരാശരി ജീവിക്കുന്നു എന്ന് കണ്ടെത്തി. എന്ന് മാത്രമല്ല, ഗാലോപ്പിൻ്റെ സർവേ പ്രകാരം 2020-23 നടന്ന ലോകത്തെ ഏറ്റവും വലിയ സർവേ അത് കാണിക്കുന്നത് മാരീഡ് പീപ്പിൾ ആർ ഹാപ്പിയർ, കല്യാണം കഴിച്ച ആളുകളാണ് ഏറ്റവും ഹാപ്പി ഉള്ളത് എന്നുള്ളതാണ്. അതുപോലെ ജൂലിയൻ ഹോൾ ലെൻസ്റ്റർ യൂട്ടാൻ യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റ്, അദ്ദേഹം നടത്തിയ പഠനത്തിൽ ഒരു മെറ്റാ അനാലിസിസിൽ അവർ പറയുന്നത് ഏകാന്തനായി ജീവിക്കുക എന്നുള്ളത് 1/2 പാക്കറ്റ് സിഗരറ്റ് എല്ലാ ദിവസവും വലിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. 1/2 പാക്കറ്റ് സിഗരറ്റ് നമ്മൾ വലിച്ചാൽ എത്ര പെട്ടെന്ന് നമ്മൾ മരിക്കോ അത്ര പെട്ടെന്ന് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് സിംഗിൾ ലൈഫ് അല്ലെങ്കിൽ ഏകാന്ത ജീവിതം എന്നുള്ളത് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. 2016 ഒരു മെറ്റാ അനാലിസിസിൽ പറയുന്നത് ഹൃദയരോഗങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ സാധ്യത ഏകാന്തരായി ജീവിക്കുന്നവർക്ക് 29% അധികമാണ്. ഹൃദയാഘാതങ്ങളുടെ സാധ്യത 32% അധികമാണ്. ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ. സാമ്പത്തികമായ മാരേജ് പ്രീമിയം എന്ന് പറയുന്ന കണ്ടെത്തലുകൾ നമുക്ക് ഈ അടുത്ത് പഠനങ്ങളിൽ കാണാൻ സാധിക്കും. സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ഉന്നമനത്തിലേക്ക് നയിക്കുന്നത് വിവാഹം തന്നെയാണ്. അതിനെ സോഷ്യോളജിസ്റ്റുകൾ വിളിക്കുന്നത് മാരേജ് പ്രീമിയം എന്നാണ്.
വിവാഹം കഴിക്കുന്നവരെങ്ങനെയോ സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം അവർക്ക് ഉണ്ടാവുന്നു. ഇതാണ് സോഷ്യോളജിസ്റ്റുകൾ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു കാര്യം. അവരുടെ വാർഷിക വരുമാനം കൂടുന്നു. രണ്ടുപേർക്ക് ജോലിയില്ലെങ്കിൽ പോലും അവരുടെ വാർഷിക വരുമാനം കല്യാണം കഴിക്കാത്തവരെക്കാൾ കൂടുതലാണ്. കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്നത് വിവാഹിതരാണ്. കൂടുതൽ പെർഫോമൻസ് അപ്രൈസലുകളിൽ ഉന്നമനത്തിലെത്തുന്നത് കല്യാണം കഴിച്ചവരാണ്. മാരീഡ് വിമൺ, കല്യാണം കഴിച്ച സ്ത്രീകൾ ദാരിദ്ര്യ സാധ്യത അവർക്ക് 80% കുറയുന്നു എന്ന് അമേരിക്കൻ കമ്മ്യൂണിറ്റി സർവേ സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഉന്നമനത്തിൽ ജീവിക്കുന്നവർ വിവാഹിതരാണ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പഠനം സൂചിപ്പിക്കുന്ന കാണാൻ സാധിക്കും. കൂടുതൽ ആയുർദൈർഘ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ കാലം ജീവിക്കുന്നവർ വിവാഹം ചെയ്തവരാണ്. 250% മരണനിരക്ക് അവിവാഹിതർക്ക് കൂടുതലാണ്. ക്യാൻസർ നിരക്കിൽ മൂലമുള്ള മരണം അത് 1987 പഠനപ്രകാരം അവിവാഹിതർക്കാണ് കൂടുതൽ. വിവാഹിതരായ സ്ത്രീകൾക്ക് 30% ആരോഗ്യ സാധ്യത കൂടുതലാണ്. ജലദോഷം പോലും വിവാഹിതർക്ക് കുറവാണ് എന്ന് 1997 പഠനം സൂചിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും മെച്ചപ്പെട്ട മാനസിക ആരോഗ്യം, ഡെത്ത് ഓഫ് ഡിസ്പെയർ എന്ന് പറയുന്ന മദ്യപാനം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ ആത്മഹത്യ, ഇതിലൂടെയുള്ള മരണങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അവിവാഹിതർക്കാണ്. വിവാഹിതരിൽ വളരെ കുറവാണ് എന്ന് കണ്ടെത്തപ്പെടുകയുണ്ടായി. അതുപോലെ കൂടുതൽ സന്തോഷമുണ്ടാക്കുന്ന വെയിൻസ്റ്റൈൻ യൂണിവേഴ്സിറ്റിയുടെ പഠനമനുസരിച്ച് വിവാഹിതരായ സ്ത്രീകളിൽ 50% വെരി ഹാപ്പി എന്നാണ് പറയുന്നത്. വെറും സന്തോഷമല്ല, വളരെ സന്തുഷ്ടരാണ് ഞങ്ങൾ എന്ന് പറയുന്നത് വിവാഹിതരാണ്. അതേസമയം അവിവാഹിതരായ സ്ത്രീകൾ 25% മാത്രമേ ആ സർവേയിൽ ഞാൻ വെരി ഹാപ്പിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് വിർജീനിയ യൂണിവേഴ്സിറ്റിയിലെ പഠനം കാണാൻ സാധിക്കും. കുട്ടികളില്ലാത്തവർ 60% ലോൺലിയാണ് എന്ന് ഫീലിംഗ് ആ സർവേയിൽ തന്നെ പങ്കുവെച്ചത് കാണാൻ സാധിക്കും. മാതാപിതാക്കൾ 82% വെരി ഹാപ്പി എന്ന് പറഞ്ഞവരാണ്. കുട്ടികൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മളെ ജീവിതത്തിൽ ഒരു സ്വീറ്റ് സ്പോട്ട് എന്നാണ് അതിനെ വിളിക്കുക. അത് നമുക്ക് ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും കുറക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും വർദ്ധിപ്പിക്കുകയാണ്. ആ ടെൻഷനുകൾ, കുട്ടികളെ കുളിപ്പിക്കണം, കുട്ടികളെ താരാട്ട് പാടണം, കുട്ടികൾക്ക് വേണ്ടി കുറേ സമയം ചെലവഴിക്കും, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ആരോഗ്യം കൂട്ടുകയാണ് ചെയ്യുന്നത് എന്ന് പോലും ബ്രാഡ് വിൽകോക്സ് പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ അവരുടെ പഠനത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഇന്ത്യൻ ജേണൽ ഓഫ് മാനേജ്മെൻറ്റിൽ പറയുന്നത് ഇന്ത്യയിലും കല്യാണം കഴിച്ചവർ വിവാഹിതരാണ് കൂടുതൽ സന്തുഷ്ടരായിട്ടുള്ളത് എന്നുള്ളതാണ്. ശാരീരിക കരുത്തെടുത്ത് നോക്കുകയാണെങ്കിലും അതിലും 2024 ജനുവരിയിൽ നടന്ന ന്യൂ സയൻറ്റിസ്റ്റിൻ്റെ പഠനം പറയുന്നത് കൂടുതൽ വേഗത്തിൽ നടക്കുന്നവർ വിവാഹിതരാണ്. ഒരു പിടി ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഗ്രാബ് എന്ന് പറയുന്ന സംഗതി അത് കൂടുതൽ ശക്തിയുള്ളവർ വിവാഹിതർ. എന്ന് വെച്ചാൽ ശാരീരിക കഴിവ് കൂടുതൽ വിവാഹിതർക്കാണ്. സുരക്ഷിതത്വം കൂടുതൽ വിവാഹിതർക്കാണെന്ന് 1994 പഠനങ്ങൾ കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഉത്തരവാദിത്വ ധാർമ്മികത, റെസ്പോൺസിബിൾ എത്തിക്സ് വിവാഹിതർക്കാണ് കൂടുതൽ വിവാഹിതരായിട്ടുള്ള ആളുകൾ കൂടുതൽ വിശ്വസ്തരാണ് തൊഴിൽ മേഖലയിൽ എന്ന് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകൾ അവിവാഹിതരാണ് കൂടുതൽ, വിവാഹിതർ അങ്ങനെ പുറത്താക്കപ്പെടുന്നില്ല. ഉയർന്ന പ്രകടനം ജോലിയിൽ കാഴ്ചവെക്കുന്നവർ വിവാഹിതരാണ്. ക്രിമിനൽ റെസിഡിവിസം എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന പ്രവണത അത് വിവാഹിതർക്ക് കുറവാണ്, അവിവാഹിതർക്കാണ് കൂടുതൽ. എന്തിനേറെ പറയണം, പക്വത എന്ന് പറയുന്നത് കൂടുതൽ വിവാഹിതർക്കാണ്. അതുപോലെ ആക്സിഡൻറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കുറവ് അവിവാഹിതരെക്കാൾ കൂടുതൽ കുറവ് വിവാഹിതർക്കാണ് എന്നിങ്ങനെ ഓരോ പഠനങ്ങളും നമ്മൾ കാണുകയാണ്. വിവാഹിതരായ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ മീനിങ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതാണ്. അർത്ഥം, ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഉണ്ടാക്കിത്തരുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് വിവാഹം എന്നുള്ള പഠനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വിവാഹിതരല്ലാത്തവരും മക്കളില്ലാത്തവരും 38% പേര് മാത്രമേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാമിലി സ്റ്റഡീസിൻ്റെ YouGov സർവേ പ്രകാരം 2021 ഇറങ്ങിയ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമായ ജീവിതം അനുഭവിക്കുന്നവർ വിവാഹിതരാണ്. 38% മാത്രമേ അവിവാഹിതർ അത് അനുഭവിക്കുന്നുള്ളൂ. 60% പേർ വിവാഹിതരിൽ തങ്ങളുടെ ജീവിതം അർത്ഥവത്താണ് എന്ന് പങ്കുവെച്ചതായിക്കൊണ്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ പ്രകാരം തന്നെ ഇത്തരം ശാസ്ത്രീയമായ സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സർവേകളിലൂടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വിവാഹം വേണം എന്നുള്ളതാണ്. വിവാഹമില്ലെങ്കിൽ എന്താണ് എത്ര വലിയ ഉന്നതിയിലെത്തിയ സമൂഹങ്ങൾക്കും സംഭവിക്കുന്നത് എന്ന് ജപ്പാൻ പോലെയുള്ള ചൈന പോലെയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജപ്പാനിൽ UK ലോൺലി മിനിസ്റ്റർ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു മന്ത്രാലയം ഉണ്ടായി.
നമ്മളിവിടെ പൊതുമരാമത്ത് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ ഏകാന്തത മന്ത്രി എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രി UK-ലുണ്ട്. ജപ്പാനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളുള്ളൊരു മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഴുകിയ മൃതദേഹം വൃത്തിയാക്കാൻ, അത് തുടച്ചു മാറ്റാനുള്ള മേഖലയിൽ ഒരുപാട് ജോലി സാധ്യത കൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ കിട്ടാണ്. ചൈനയിൽ വയസ്സായ വൃദ്ധരായ ആളുകളെ ശുശ്രൂഷിക്കാനുള്ള ആളുകളെ കിട്ടാഞ്ഞിട്ട് ജിമ്മിൽ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കാശ് കൊടുത്ത് ഗവൺമെൻറ് കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിക്കേണ്ട അവസ്ഥ കടന്നു വരികയാണ്. ഇങ്ങനെയൊക്കെ സമൂഹം എത്ര ഉന്നമനത്തിലെത്തിയാലും അവർ അധോവസ്ഥയിലേക്ക് അധപ്പതനത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ വിവാഹത്തിനെതിരായ പ്രവണതകൾ വളർത്തുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കാണാണ്. അതുകൊണ്ട് കൃത്യമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിക്കുമ്പോൾ വിവാഹം വേണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു തലത്തിലേക്കുള്ള ചർച്ചയാണ് തുടർന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുമൊക്കെ ഇവിടെ മുഹമ്മദ് അമീർ സാറുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ആ വിഷയത്തെപ്പറ്റി കൃത്യമായൊരു അറിവ് ഉണ്ടാക്കാൻ ഈ ഒരു സദസ്സ് കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കേരളത്തിൽ മുൻകാലങ്ങളിലൊന്നും കാണാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിവാഹം എന്ന് പറയുമ്പോൾ അത് ഏത് മതസമൂഹത്തിലാണെങ്കിലും ആണും പെണ്ണും എന്നതാണ് നമ്മൾ കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആണും ആണും അല്ലെങ്കിൽ പെണ്ണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നത് മാത്രമല്ല, വിവാഹം കഴിക്കുകയും അവർ ഒരു സെലിബ്രിറ്റിയായി അവരുടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഒരു ആഘോഷമാക്കി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരേ ലിംഗത്തിലുള്ള ആളുകളുടെ വിവാഹത്തിൻ്റെ ചരിത്രവും അതിൻ്റെ ഗുണമോ ദോഷമോ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വല്ലതുണ്ടോ? അത് നമ്മുടെ ഈ മലയാളി സമൂഹത്തിന് എങ്ങനെയാണ് അത് ഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ സെയിം സെക്സ് മാരേജുമായി ബന്ധപ്പെട്ട് അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും പഠനങ്ങളുണ്ടോ? മുൻകാലങ്ങളിൽ ഇല്ലാത്ത പോലെ എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പഠനങ്ങളെക്കുറിച്ച് പിന്നെ സുഹൃത്ത് മിഷാൽ സലീം ഇവിടെ പറയും. എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കൃത്യമായ അജണ്ടകളുടെ ഭാഗമാണ്. അപ്പോൾ ആ അജണ്ടകൾ എന്ന് വെച്ചാൽ കുടുംബജീവിതം, കുടുംബ സംവിധാനം തകർക്കുക എന്നൊരു കൃത്യമായ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടാണ് ലോകത്ത് ഈ രൂപത്തിലൊരു ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി LGBTQ ആക്ടിവിസത്തിൻ്റെ ഭാഗമായി ഈ സെയിം സെക്സ് മാരേജുകൾ, ഒരു ഹോമോസെക്ഷൽ മാരേജുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതികൾ കടന്നു വരുന്നത്. സ്വാഭാവികമായും അജണ്ടകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ രൂപത്തിൽ ആരെങ്കിലും വിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ അത് വലിയ തോതിൽ സമൂഹത്തിൽ ആഘോഷിക്കപ്പെടും. അവർ സെലിബ്രിറ്റികളാക്കപ്പെടും, അവർക്ക് ഫോളോവേഴ്സ് ഉണ്ടാവും, അവരൊരുപാട് ആരാധിക്കപ്പെടും, അവരുടെ വാക്കുകൾക്ക് ഒരുപാട് വില കൽപ്പിക്കപ്പെടും. അവരെ പിന്തുടരുന്ന അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. അതൊരു ട്രെൻഡ് സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഗേ കമ്മ്യൂണിറ്റി, ഇപ്പോൾ പുരുഷനും തമ്മിലുള്ള ഗേ കമ്മ്യൂണിറ്റിയുടെ 1987 അവരുടെ ഒരു മാസികയുണ്ട്, ഗേ കമ്മ്യൂണിറ്റി ന്യൂസ് എന്ന് പറയുക. ഗേ കമ്മ്യൂണിറ്റി ന്യൂസിൽ മൈക്കിൾ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗേ ആയ ആൾ, അദ്ദേഹം ഒരു കവി കൂടിയാണ്. അദ്ദേഹം അതിലൊരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. ആ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ടുവാർഡ്സ് എ ഹോമോ എറോട്ടിക് ഓർഡർ, ഒരു സ്വർഗരതിയിൽ അധിഷ്ഠിതമായ ലോകക്രമത്തിലേക്ക്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം പറയുകയാണ്. ഒരു ചെറിയ ആർട്ടിക്കിളിൽ വളരെ വന്യമായ ഭാഷയിൽ അദ്ദേഹം കാണുന്നൊരു സ്വപ്നം അങ്ങനെ വിവരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ആൺമക്കളെ അവരുടെ സ്കൂളുകളിൽ നിന്ന്, കളിസ്ഥലങ്ങളിൽ നിന്ന്, തിയേറ്ററുകളിൽ നിന്ന്, ജിംനേഷ്യങ്ങളിൽ നിന്ന്, ഹോസ്റ്റലുകളിൽ നിന്നെല്ലാം ഞങ്ങൾ ചെറുപ്പത്തിലേ പിടിക്കും. എന്നിട്ട് അവർക്ക് ആണുങ്ങളോടാണ് താല്പര്യമെന്ന് അവരെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. നിങ്ങളിലെ സ്ത്രീകൾ, ഞങ്ങൾ പുരുഷന്മാരിൽ സംതൃപ്തരല്ല, ഞങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്ന, ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കാലം വരും. എന്നിട്ട് പറയാ, ചതിയിലും വഞ്ചനയിലും കാപട്യത്തിലും പടുത്തുയർത്തപ്പെട്ട കുടുംബം എന്ന സംവിധാനം തകർക്കപ്പെടും. അത് ഭൂമിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടേണ്ട ഒരു സംവിധാനമാണ്. ആരെങ്കിലും ഞങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം നിന്ദിക്കപ്പെടുന്ന, ശിക്ഷിക്കപ്പെടുന്ന ഒരു ലോകക്രമം നാളെ വരും. എന്നിട്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അതിൻ്റെ ഒരു ചുരുക്കഭാഗം പറയണം. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെല്ലാവരും പ്രകമ്പനം കൊള്ളുമാറ് മുഖം മൂടി അഴിച്ച് ഞങ്ങൾ പുറത്തു വരുന്നൊരു ദിവസം വരും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവസാനിപ്പിക്കുകയാണ്.
ഇപ്പോൾ കുടുംബം തകർക്കുക എന്നുള്ളത് ഞങ്ങളുടെ കൃത്യമായ അജണ്ടയാണ് എന്ന് 1987 ഗേ കമ്മ്യൂണിറ്റി ന്യൂസിൽ പച്ചയായി എഴുതുകയാണ്. അത് കഴിഞ്ഞ് കൃത്യം 35 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലൊരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവരുടെ സോഷ്യൽ മീഡിയയിൽ എഴുതുകയാണ്, ഹോമോ എറോട്ടിക്കായ ഹെട്രോനോർമേറ്റീവായ ഒരു കുടുംബ സംവിധാനത്തിൽ നിന്ന് അതിനെ തകർത്തുകൊണ്ട് പുറത്ത് കടക്കാൻ നമ്മൾക്ക് കഴിയണം എന്ന് കേരളത്തിലൊരു വിദ്യാഭ്യാസ മന്ത്രി പച്ചക്ക് എഴുതുകയാണ്. ആ എഴുതുന്ന എന്ത് കോണ്ടക്സ്റ്റിലാ വെച്ചാൽ കേരളത്തിൽ ഒരാണ് പ്രസവിച്ചു എന്നുള്ളൊരു വാർത്ത വന്നു, അഥവാ ഒരു പെണ്ണ് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു ഞാൻ ഇനി മുതൽ ആണാണ്. ആ ആണായ പെണ്ണ് ഗർഭിണിയായിക്കൊണ്ട് പ്രസവിച്ചു. അത് പ്രസവിച്ചപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രി സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്, ഈ കുഞ്ഞിൻ്റെ ജനനം നമുക്ക് പുതിയ വെളിച്ചമേകുന്ന ഒന്നാണ്. ഇത് ട്രഡീഷണൽ ഫാമിലി സിസ്റ്റത്തെ തകർത്തുകൊണ്ട് പുറത്ത് കടക്കാൻ നമുക്ക് ഒരു പ്രോത്സാഹനം നൽകണം എന്ന രൂപത്തിൽ ഒരു പിന്നെ സോഷ്യൽ മീഡിയ ട്വീറ്റ് അവരിടുകയാണ്. അപ്പോൾ അന്ന് അവർ സ്വപ്നം കണ്ടത് ഒരു 3.5 പതിറ്റാണ്ടിന് ശേഷം നമ്മളുടെ നാട്ടിൽ വരെ നടപ്പിലാകുന്ന നമ്മൾ കാണുകയാണ്. ആരെങ്കിലും ആ രൂപത്തിൽ വിവാഹിതരായാൽ, ആരെങ്കിലും ആ രൂപത്തിൽ പിന്നെ ആണ് പെണ്ണായി പിന്നെ ഒരു പെണ്ണ് ആണായിക്കൊണ്ട് പ്രസവിച്ചാൽ അതെല്ലാം വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നത് അത് കൃത്യമായ അജണ്ടയുടെ ബേസിലാണ്. അതുകൊണ്ടാണ് അവരെല്ലാം സെലിബ്രിറ്റികളായി മാറുന്നത്. ആ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന രീതി സ്വാഭാവികമായിട്ടും ഒരു സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മളുടെ മക്കളിലേക്ക് അത് വല്ലാതെ ആകർഷിക്കപ്പെടും, അവരിലേക്ക് ആ ട്രെൻഡ് വരും. ഈ രൂപത്തിൽ കുടുംബ സംവിധാനങ്ങൾ തകർക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമാക്കുന്നത്. എന്തിനാണ് കുടുംബ സംവിധാനങ്ങൾ തകർക്കുന്നതെന്ന് ചോദിച്ചാൽ, കുടുംബ സംവിധാനത്തിൽ സുരക്ഷിതരായി കഴിയുന്ന 3 ആളുകളുണ്ട്. അത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമാണ്. കുടുംബ സംവിധാനം തകർന്നാൽ ഈ 3 കൂട്ടരെയും കുടുംബത്തിൻ്റെ പുറത്തേക്ക് സമൂഹത്തിലേക്ക് കിട്ടും. അത് വലിയൊരു ബിസിനസ്സാണ്. ഈ 3 കൂട്ടരെയും പുറത്തേക്ക് കിട്ടുന്നത് അത് അവരെ ചൂഷണം ചെയ്യാനും താല്പര്യങ്ങൾ അതിലൂടെ പൂർത്തീകരിക്കാനും അതിലൂടെ ചില കച്ചവട താല്പര്യങ്ങളും ലാഭമുണ്ടാക്കാനും ഉള്ളൊരു ബിസിനസ്സാണ്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പിന്നെ സംസാരിക്കാം. ഇതാണ് ഇവരിതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഒരേ ലിംഗത്വം വഹിക്കുന്ന ആളുകൾ തമ്മിലുള്ള വിവാഹത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെടുകയോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇതിലൊരു പ്രീ സപ്പോസിഷൻ ഉണ്ട്. ആദ്യമേ നമ്മൾ വിചാരിക്കുന്നത് ആണാണ് പ്രശ്നം എന്നുള്ളതാണ്. ദാമ്പത്യം എന്തുകൊണ്ട് കലുഷിതമാകുന്നു? അത് ഭർത്താവ് മോശമായതുകൊണ്ട്, അല്ലെങ്കിൽ ആണുണ്ടായതുകൊണ്ട്, ആണിനാണ് ശക്തി കൂടുതൽ, അതുകൊണ്ട് ആണാണ് പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പോൾ ഒരേ ലിംഗത്തിൽപ്പെട്ടപ്പോൾ പിന്നെ പെണ്ണും വിവാഹം ചെയ്താൽ, ആണും വിവാഹം ചെയ്താൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും എന്ന പ്രീ സപ്പോസിഷൻ നമ്മളുടെ മനസ്സിൽ മാത്രം നിലനിൽക്കുന്ന ഒരു മിഥ്യയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോഗ്നിറ്റീവ് ഈസാണ്. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ വളരെ എളുപ്പം തോന്നുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു. അതേസമയം നിങ്ങൾ നോക്ക്, നാഷണൽ ജെൻഡർ ബേസ്ഡ് ഡൊമസ്റ്റിക് വയലൻസ് ഇൻഫർമേഷൻ്റെ കണക്ക് പ്രകാരം, ഒരു സർവേ പ്രകാരം 2013 നടന്ന സർവേ പ്രകാരം ബൈസെക്ഷൽ ആയിട്ടുള്ള, അതായത് ആണും പെണ്ണുമായി ആണിനോടും പെണ്ണിനോടും ആകർഷണീയത തോന്നുന്ന ബൈസെക്ഷൽ ആയിട്ടുള്ള സ്ത്രീകൾ, അവരിൽ 61 ലെസ്ബിയൻസ് ആയിട്ടുള്ള സ്ത്രീകളിൽ 44% ഏതെങ്കിലും വിധത്തിൽ അടുത്ത പങ്കാളി വക പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കണക്കുകൾ പറയാണ്. അതേസമയം ഹോമോസെക്ഷൽ അല്ലാത്ത ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള സ്ത്രീകൾ, അതായത് പുരുഷന്മാരോട് ആകർഷണീയത തോന്നുന്ന, അവരുമൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ 35% മാത്രമേ ഇത് കാണുന്നുള്ളൂ എന്ന് നമ്മൾ കാണാണ്. അപ്പോൾ ലെസ്ബിയൻസിനിടയിലുള്ള പ്രശ്നങ്ങൾ ഹെട്രോസെക്ഷൽ പെണ്ണിന് തൻ്റെ ഭർത്താവിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ പീഡനങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, ഡൊമസ്റ്റിക് വയലൻസുകളൊക്കെ ലെസ്ബിയൻസിനിടയിൽ നടക്കുന്നു എന്നുള്ളത് പഠനങ്ങൾ പറയുകയാണ്. അപ്പോൾ അതിനർത്ഥം ഒരു ജെൻഡറാണ് ഇതിന് പ്രശ്നം, അപ്പോൾ ഒരേ ജെൻഡറിലായിക്കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം? യഥാർത്ഥത്തിൽ ഒരേ സെക്സിലുള്ള ആളുകൾ തമ്മിലുള്ള ലൈംഗിക ബന്ധവും അതുപോലെ തന്നെ ഗാർഹിക ജീവിതവും ഒക്കെ ഇത്രയും വഷളാവുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുന്നത് അതേ കാരണം തന്നെ നമുക്ക് ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പിനും പറയാവുന്നേ ഉള്ളൂ. ഉദാഹരണത്തിന്, ഇന്ന് ആളുകൾ കൂടുതൽ ഇൻഡിവിജ്വലിസത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ, ഒരു ദാമ്പത്യത്തിൻ്റെ ഏറ്റവും നല്ല കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ
നമ്മളുടെ വെൽഫെയർ നമ്മൾ എത്രത്തോളം ത്യജിക്കാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ റേഷ്യോ അനുസരിച്ചാണ് വെൽഫെയർ ട്രേഡ് റേഷ്യോ എന്നാണ് അതിനെ സോഷ്യോളജിസ്റ്റുകൾ വിളിക്കുന്നത്. നമ്മളുടെ നന്മക്കും ക്ഷേമക്കും അപ്പുറം പങ്കാളിയുടെ നന്മയും ക്ഷേമവും ആരാണോ മുന്തിക്കുന്നത് ആ ദാമ്പത്യമാണ് ഇരുകൂട്ടരും സന്തോഷം അനുഭവിക്കുന്ന ദാമ്പത്യം എന്ന് പഠനങ്ങൾ ഓരോന്നും കാണിച്ചു തരുന്നുണ്ട്. ഇതിനെതിരാണ് യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലിസം. എൻ്റെ നന്മ, എൻ്റെ പഠനം, എൻ്റെ ഉന്നതി, എൻ്റെ ജോലി, എൻ്റെ വർക്ക്, എൻ്റെ കഷ്ടപ്പാട് ഇത് മാത്രം ചിന്തിക്കുന്ന സമൂഹം വളർന്നു വരുമ്പോൾ അത് ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിലാകട്ടെ ഹെറ്ററോസെക്ഷൽ റിലേഷൻഷിപ്പിലാകട്ടെ എല്ലാത്തിലും പ്രശ്നം സൃഷ്ടിക്കുന്നത് ഇൻഡിവിജ്വലിസമാണ്. കല്യാണം വേണ്ട, നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാം, നമ്മളുടെ ഓരോരുത്തരുടെയും ക്ഷേമം നോക്കാം. വെൽഫെയർ ട്രേഡ് എന്ന് പറയുന്നത് സ്വന്തത്തിനെ അടിയറവ് വെക്കലാണ്. അങ്ങനെ അടിമത്തം സ്വയം ഏറ്റെടുക്കണ്ട എന്ന് പറയുന്ന ആദർശവും അതുമായി ബന്ധപ്പെട്ട ഐഡിയോളജികളുമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അമീർ സൂചിപ്പിച്ചല്ലോ, ഒരു 3 വിഭാഗത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൃദ്ധർ, സ്ത്രീകൾ, കുട്ടികൾ. അത് എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് നിലവിൽ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അത് ചൂഷണത്തിനൊരു ഉദാഹരണം സഹിതം ഒന്ന് വ്യക്തമാക്കാൻ പറ്റും? മറ്റൊന്ന്, ഡോക്ടർ മിഷേൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ആക്സിഡൻറ്റ് കുറവ് ദാമ്പത്യ ജീവിതം നയിക്കുന്നവരിലാണ്. അതുപോലെ സാമ്പത്തിക സുസ്ഥിതി, ജോലി ഇല്ലെങ്കിൽ പോലും അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, അങ്ങനെ ഒന്ന് വിശദീകരിക്കപ്പെട്ടു. അതിൻ്റെ ലോജിക്ക് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല, അതുകൂടി ഒന്ന് വിശദീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാം. അതായത് ഒരു കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് സുരക്ഷിതത്വം അനുഭവിക്കുന്ന 3 വിഭാഗങ്ങൾ: സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ. അപ്പോൾ എങ്ങനെയാണ് ഇവർ 3 കൂട്ടരും സുരക്ഷിതത്വം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബ സംവിധാനം ഇല്ലെങ്കിൽ ഇവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, സ്ത്രീകളെ കുടുംബത്തിൻ്റെ പുറത്തേക്ക് എത്തിച്ചാൽ പുരുഷൻ്റെ ഒരു ലൈംഗിക താല്പര്യങ്ങളുണ്ട്. ആ ലൈംഗിക താല്പര്യങ്ങൾക്കനുസരിച്ച് അതൊരു ഡിമാൻഡാണ്. ആ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ യഥാർത്ഥത്തിൽ ലോകത്തിലില്ല. കാരണം സ്ത്രീകളെല്ലാം കുടുംബത്തിനകത്ത് അത് വിവാഹ ജീവിതത്തിലൂടെ സുരക്ഷിതമായി അവർ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലൈംഗികത പൂർത്തീകരിക്കപ്പെടുന്നത് വിവാഹ ജീവിതത്തിൻ്റെ അകത്താണ്. ഒരു പുരുഷൻ്റെയും ലൈംഗിക താല്പര്യം ഒരു സ്ത്രീയിൽ ഒതുങ്ങുന്നതല്ല. പുരുഷൻ ബൈ ഡീഫോൾട്ട് പുരുഷൻ്റെ നേച്ചർ അങ്ങനെയാണ്. ഇപ്പോൾ പുരുഷൻ, പ്രത്യേകിച്ച് ധാർമ്മികതകളില്ലാത്ത പുരുഷനെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ സ്ത്രീകളുടെ ശരീരത്തിലേക്കുള്ള ആക്സസ് കൂടുതൽ കിട്ടേണ്ടത് പുരുഷൻ്റെ അത്യാവശ്യമാണ്. അങ്ങനെ കിട്ടണമെങ്കിൽ വിവാഹം കഴിക്കാത്ത ഒരുപാട് സ്ത്രീകളെ പൊതുസ്ഥലങ്ങളിലേക്ക് കിട്ടണം. അത് കിട്ടണമെങ്കിൽ കുടുംബ സംവിധാനത്തിൽ നിന്ന് സ്ത്രീകൾ പുറത്ത് കടക്കണം. അതിനാണ് ഒരു ഇൻസെക്യൂരിറ്റി ഫീല് 1960കളിൽ സ്ത്രീകളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത് സെക്ഷൽ റെവല്യൂഷൻ എന്ന പേരിൽ ഒരു വിപ്ലവാത്മകമായ ഒരു പ്രതിഭാസമായി ഉയർന്നു വന്നത്. അത് ലിബറൽ ഫെമിനിസ്റ്റുകൾ ഏറ്റെടുത്ത് കൊണ്ടുപോവുകയും സത്യത്തിൽ അത് പെണ്ണിനെ കൊണ്ട് ഒരു പുരുഷാധിപത്യ വ്യവസ്ഥ ഇതെൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയിപ്പിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1950കൾ വരെ അമേരിക്കയിലടക്കം അല്ലെങ്കിൽ യൂറോപ്പിലടക്കം കുടുംബ സംവിധാനങ്ങൾ വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 1955 US ഇറങ്ങുന്ന ഒരു ഹോം ഇക്കണോമിക് മാഗസിന്, ഒരു കുടുംബ മാഗസിന്, ആ മാഗസിനിൽ വന്നൊരു ആർട്ടിക്കിൾ നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ആർട്ടിക്കിളിൽ ഒരു പേജ് ഹൗ ടു ലുക്ക് ആഫ്റ്റർ യുവർ ഹസ്ബൻഡ് എന്നാണ്. ടിപ്സ് ടു ലുക്ക് ആഫ്റ്റർ യുവർ ഹസ്ബൻഡ്, അതായത് ഹസ്ബൻഡിനെ നോക്കാനുള്ള പൊടിക്കൈകൾ എന്നാണ്. എന്നിട്ട് അതിലിങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങൾ റെഡിയാക്കി വെക്കണം. നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ചിരിക്കണം. നിങ്ങൾ അദ്ദേഹത്തെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കണം. കുട്ടികളെ മുഴുവൻ നിങ്ങൾ ഒരുക്കി നിർത്തണം. വീട് മുഴുവൻ വൃത്തിയാക്കി വെക്കണം. ഇങ്ങനെ തുടങ്ങി കുറേ ടിപ്സുകൾ. നമ്മളിതിങ്ങനെ വായിച്ചാൽ സൊഹീൽ ബുഖാരിയിൽ നിന്ന് ഇങ്ങനെ എടുത്തു വെച്ചതാണോ എന്ന് വിചാരിക്കും. അത് സത്യത്തിൽ അതൊരു കുടുംബ മാഗസിൻ, ഒരു US ഇറങ്ങുന്ന ഒരു കുടുംബ മാഗസിനിലെ ഒരു പേജാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന US 1950 ഔട്ട് ഓഫ് ദ മാരേജിൽ പ്രസവിക്കുന്ന കുട്ടികളുടെ എണ്ണം 2% ആയിരുന്നു. 2%. അത് 2020 വരുമ്പോൾ 2020 എത്തുമ്പോൾ 50% ആണ്. അത് 50% വിവാഹത്തിന് പുറത്താണ് കുട്ടികൾ ജനിക്കുന്നത്. അതൊരു പ്രശ്നമല്ല അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്നത്തെ ലിബറൽ ലോകത്ത് അതൊരു പ്രശ്നമല്ല. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1960കളുടെ തുടക്കത്തിൽ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, ഫെമിനൈൻ മിസ്റ്റേക്ക് എന്ന പേര്. ബെറ്റി ഫ്രൈഡൻ്റെ ഫെമിനിസ്റ്റായ ബെറ്റി ഫ്രൈഡൻ എഴുതിയത് ഫെമിനൈൻ മിസ്റ്റേക്ക്. ആ ഫെമിനൈൻ മിസ്റ്റേക്കിൽ ബെറ്റി ഫ്രൈഡൻ ഇങ്ങനെ
പിന്നെ പടിഞ്ഞാറുള്ള സ്ത്രീകളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തോ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പുരുഷൻ ഇങ്ങനെ ജോലിക്ക് പോകുന്നു, അവനിങ്ങനെ യാത്ര ചെയ്യുന്നു, അവൻ രാത്രി പുറത്തിറങ്ങുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രങ്ങൾ ധരിക്കുന്നു, അവന് എവിടെയും യഥേഷ്ടം സഞ്ചരിക്കാം, അവന് ഇഷ്ടം പോലെ പണം കിട്ടുന്നു. നമ്മളിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുക, നമുക്കെന്തോ ഒരു പ്രശ്നമുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 1-ാമത്തെ അധ്യായത്തിന് ബെറ്റി ഫ്രൈഡൻ കൊടുക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് തന്നെ ദ പ്രോബ്ലം ഹാസ് നോ നെയിം എന്നാണ്. പേര് പറയാൻ കഴിയാത്തൊരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു റെവല്യൂഷൻ തുടങ്ങുകയാണ്. ആ റെവല്യൂഷൻ്റെ ബാക്കി പത്രം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ പടിഞ്ഞാറൻ ലോകത്ത് ടീനേജ് പ്രഗ്നൻസി കൂടി, അബോർഷൻ കൂടി, വിവാഹത്തിന് പുറത്തുള്ള പിന്നെ പ്രീമാരിറ്റൽ സെക്സ് കൂടി, വിവാഹത്തിന് പുറത്തുള്ള കുട്ടികൾ ജനിക്കുന്നത് കൂടി, ഇങ്ങനെ സ്ത്രീ ശരീരം വ്യാപകമായി ചൂഷണം ചെയ്യപ്പെടുകയും, ഇതെല്ലാം ഈ ചൂഷണങ്ങളെല്ലാം നടക്കുമ്പോഴും പെണ്ണ് സ്വയം പറയുകയാണ് മൈ ബോഡി മൈ ചോയ്സ്, ഇത് എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം എന്ന് അവളെ കൊണ്ട് സ്വയം പറയിപ്പിക്കുകയാണ്. 20-ാം നൂറ്റാണ്ട് കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യം ഏതാന്ന് ചോദിച്ചാൽ അത് മൈ ബോഡി മൈ ചോയ്സ് എന്നാണ്. എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം. പാട്രിയാർക്കി അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അത് 1990-കളിലും 2000-ന് ശേഷവും ഇറങ്ങിയ പല ഈ രൂപത്തിലുള്ള പിന്നെ സെക്ഷൽ റെവല്യൂഷനെ കുറിച്ച് പടിഞ്ഞാറ് നിന്ന് വരുന്ന സ്ത്രീകളുടെ തന്നെ പഠനങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ സെക്ഷൽ റെവല്യൂഷൻ പെണ്ണിൻ്റെ ശരീരം അത് സ്വതന്ത്രമാക്കാൻ വേണ്ടി അവർ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് ലൈംഗികത സ്വന്തം ഇഷ്ടപ്രകാരം ആസ്വദിക്കണമെന്ന് പറയുന്ന ഈ സെക്ഷൽ റെവല്യൂഷൻ സത്യത്തിൽ അതൊരു പാട്രിയാർക്കൽ ഹൈജാക്ക് ആയിരുന്നു എന്ന് വരെ സ്വയം പിന്നെ കുറ്റസമ്മതം നടത്തുന്ന പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന രീതിയായിട്ട് ഒന്ന് നമുക്ക് കാണാൻ കഴിയുക. രണ്ടാമത്തത് അത് ഇവിടെ നമുക്ക് കാണട്ടോ. ഇപ്പം എന്താണോ 1960-കളിൽ ബെറ്റി ഫ്രൈഡൻ ഫെമിനൈൻ മിസ്റ്റേക്കിലൂടെ പറഞ്ഞത്, അത് അതേപോലെ പച്ചക്ക് ഈ 2024 ജനുവരിയിൽ കേരളത്തിൽ ഇറങ്ങിയൊരു മുഖ്യധാരാ മാസികയിൽ ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ എഴുതുകയാണ്, ഇനി നാം കുടുംബത്തിന് തീ കൊളുത്തുക, ഇനി നാം വീടുകൾക്ക് തീ കൊളുത്തുക, നമ്മുടെ വീടുകൾക്ക് തീ കൊളുത്തുക. കാരണം എന്താ, ഇതിൽ എന്താണോ 1960-ൽ ബെറ്റി ഫ്രൈഡൻ പറഞ്ഞത് അത് അതേപോലെ 60 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ വന്ന് പറയുകയാണ്, ഇനി നമ്മൾ പിന്നെ വീടുകൾക്ക് തീ കൊളുത്തുക. കാരണം നമ്മളെല്ലാവരും എന്തോ ഒരു അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, പുരുഷൻ എങ്ങനെ ആസ്വദിക്കുന്നു, നമുക്ക് എന്തോ ഒരു ഇടങ്ങാറില്ല, നമ്മളിങ്ങനെ വീടിൻ്റെ അകത്ത് തന്നെയല്ലേ, നമ്മളെന്തിനെങ്ങനെ ഇടങ്ങാറാവുന്നത്? അതുകൊണ്ട് നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കുടുംബം എന്ന സംവിധാനം, നമ്മളെ തളച്ചിരുന്ന ഈ സംവിധാനം അത് തകർത്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, അവിടെ നമുക്ക് ആസ്വദിക്കാനുള്ള വലിയൊരു ലോകമുണ്ട് എന്ന് 60 വർഷം മുമ്പത്തെ പഴകി പൊളിച്ച ആശയങ്ങൾ ഇന്ന് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. കണ്ടല്ലേ, ഇതെൻ്റെ ഇഷ്ടമല്ലേ, അതിനെന്താ കുഴപ്പം? ഞാൻ കല്യാണം കഴിക്കണില്ല, എൻ്റെ ഇഷ്ടമല്ലേ, ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ലേ, മൈ ബോഡി മൈ ചോയ്സ് എന്ന് അതേപോലെ നമ്മളെ കൊണ്ടും പറയിപ്പിക്കുന്ന രീതിയാണ്. അവിടെ പെണ്ണിനെ ചൂഷണം ചെയ്യാൻ, ആസ്വദിക്കാൻ പൊതുസമൂഹത്തിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കുടുംബ സംവിധാനം തകരുമ്പോഴുള്ള 1-ാമത്തെ പ്രശ്നം. രണ്ടാമത്തേത് കുട്ടികൾ നിങ്ങൾ നോക്ക്, പിന്നെ കുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രയാസം ലഹരിയാണ്. നിങ്ങൾക്ക് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ലഹരികൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത്. എന്ത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽക്കുന്നത്? സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്കും ജോലിയില്ല, വരുമാനമില്ല. അവന് വരുമാനമില്ല. വരുമാനമുള്ള ആളുകൾ പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ മുമ്പിൽ ലഹരി വിൽക്കുന്നുമില്ല. ഇവിടെ സിവിൽ സ്റ്റേഷൻ ഉണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, ഇൻഫോ പാർക്ക് ഉണ്ട്, സൈബർ പാർക്ക് ഉണ്ട്, ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ മുമ്പിലൊന്നും ആരും ലഹരി വിൽക്കുന്നില്ല. അവിടെ ഉള്ളവർക്ക് നല്ല വരുമാനമുണ്ട്. സ്കൂളുകളിലെ കുട്ടികൾക്ക് ജോലിയില്ല, വരുമാനമില്ല, അതിൻ്റെ മുമ്പിലാണ് എല്ലാ ലഹരി വിൽപ്പനയും. എന്തുകൊണ്ടാണ് സ്കൂളിലെ കുട്ടികളിലേക്ക് ലഹരി വിൽക്കുന്നത്? ആ പ്രായത്തിലെ അവരെ അഡിക്റ്റ് ആക്കാൻ കഴിയുള്ളൂ. കുറച്ചെങ്കിലും കുട്ടികൾ ഇപ്പോഴും നമുക്കെല്ലാവർക്കും ഇപ്പോൾ നമ്മളുടെ ഒരു അയൽവക്കത്ത്, നമ്മളുടെ ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ലഹരി ഉപയോഗിച്ച് അഡിക്റ്റ് ആയ കേസ് നമുക്ക് തന്നെ പറയാനുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ ഒരു പിന്നെ പേഴ്സൻറ്റേജ് നോക്കിയാൽ ടോട്ടൽ കുട്ടികൾ അഡിക്റ്റാണ് വളരെ കുറവാണ്. ഇപ്പോഴും നല്ലൊരു ശതമാനം കുട്ടികൾ ഇപ്പോഴും ലഹരിയിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്കൊരു ഫാമിലി ഐഡൻറ്റിറ്റി ഉണ്ട്. ആ സെൻസ് ഓഫ് ഫാമിലി ഐഡൻറ്റിറ്റി അവരത്തരം പിന്നെ ഈ അധാർമികമായ ലഹരി പോലത്തെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ തടഞ്ഞു നിർത്തുന്നത് ആ ഫാമിലി എന്നുള്ളൊരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റിയാണ്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ കുട്ടികൾ മുഴുവൻ ലഹരിയിലേക്ക് പോകും. കാരണം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികമായൊരു ബോധവൽക്കരണം, ഒരു പിന്നെ ഒരു സുരക്ഷിതത്വം കിട്ടുന്നത് അത് കുടുംബം എന്ന ഈ സംവിധാനത്തിൽ നിന്നാണ്. 3-ാമത്തെ വൃദ്ധരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് എല്ലാവരും ഇപ്പോൾ പറഞ്ഞ ഇൻഡിവിജ്വലിസമാണ്. ഇൻഡിവിജ്വലിസം ഒന്നും പറഞ്ഞ പോരാ, ഹൈപ്പർ ഇൻഡിവിജ്വലിസമാണ്. ഞാൻ മാത്രമുള്ളൊരു സംഗതി, ഞാൻ മാത്രം, എൻ്റെ പണം, എൻ്റെ ആസ്വാദനങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു ലോകത്ത് നമ്മൾ എന്നുള്ളത്. അവിടെ പിന്നെ എനിക്ക് നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാൻ പല സ്ഥലങ്ങളിലേക്കും പോകും. എൻ്റെ മാതാപിതാക്കളോ അവർക്ക് ഞാൻ പണം കൊടുക്കും,
ഞാൻ പണം കൊടുത്ത് അവരെ വേണ്ട സ്ഥലത്ത് നിർത്തും. നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ന് പിന്നെ വൃദ്ധസദനം നമ്മൾ അതിൻ്റെ പഴയ പേരാണ്, പുതിയ പേര് റിട്ടയർമെൻറ്റ് ഹോംസ് എന്നൊക്കെയാണ്. റിട്ടയർമെൻറ്റ് ഹോം, സീനിയർ സിറ്റിസൺസ് ലിവിങ് ഹോം, ഇത് സീനിയർ സിറ്റിസൺസ് കമ്മ്യൂണിറ്റി, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര്. 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ വൃദ്ധരെ താമസിപ്പിക്കാനുള്ള സ്ഥലം, അഥവാ വൃദ്ധസദനം ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ വരികയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ബഫേ പോലെ ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ടാവും, അവിടെ പരിചരിക്കാൻ നഴ്സുമാരുണ്ടാവും, അവിടെ സിനിമാ തിയേറ്ററും സ്വിമ്മിംഗ് പൂളും എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. അവിടെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അതിന് പോലും നമ്മൾ പോകേണ്ടതില്ല, പൈസ കൊടുത്താൽ മതി. സംസ്കരണങ്ങൾ അടക്കം അവർ ചെയ്തോളും, നമ്മളൊന്നും അറിയണ്ട, നമ്മൾ പൈസ അയച്ചു കൊടുത്താൽ മതി. അവിടെ അവർ ഹാപ്പി ആയിരിക്കും എന്നാണ് പറയുന്നത്. പഠനങ്ങൾ മുഴുവൻ തെളിയിക്കുന്നത് അവർ ഹാപ്പി അല്ല എന്നുള്ളതാണ്. അത് വേറെ വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരും. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പിന്നെ ഓൾഡ് ഏജ് കമ്മ്യൂണിറ്റീസ് US-ലും ചൈനയിലും ഓസ്ട്രേലിയയിലും അടക്കം ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കൊളംബിയ പസഫിക്. ഈ കൊളംബിയ പസഫിക് കേരളത്തേക്ക് വരികയാണെന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽഡേഴ്സ് ഇവരുമായി കൊലാബറേറ്റ് ചെയ്ത് കേരളത്തിലെ 5 ജില്ലകളിൽ ഇതേപോലത്തെ വൃദ്ധസദനങ്ങൾ വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും കോടികൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 5 ജില്ലകളിൽ ഇത്രയും ഫെസിലിറ്റി ഉള്ള വൃദ്ധസദനങ്ങൾ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ലിവിങ് ഹോം കേരളത്തിൽ തുടങ്ങുമ്പോൾ അതിൻ്റെ പിന്നിലൊരു മാർക്കറ്റ് റിസർച്ച് നടന്നിട്ടുണ്ടാവും. ആ മാർക്കറ്റ് റിസർച്ച് അനുസരിച്ച് ലാഭമുണ്ടെങ്കിലേ ഇവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഉറപ്പിച്ചിട്ടുണ്ട്, അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു 5 ജില്ലകളിൽ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അടുത്ത വരും വർഷങ്ങളിൽ, വരും പതിറ്റാണ്ടുകളിൽ ഇവിടെ ഒരുപാട് വൃദ്ധർ അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നൊരു സൂചനയാണ് നമുക്ക് തരുന്നത്. അതൊരു ബിസിനസ്സാണ്. അത് അവർ കാണുന്ന ഒരു ബിസിനസ്സാണ്. കാരണം കുടുംബം എന്ന സംവിധാനം ശക്തമല്ലെങ്കിൽ വൃദ്ധരും ഒരു കച്ചവട ഉൽപ്പന്നമാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് കുടുംബം എന്നുള്ളൊരു സംവിധാനത്തിനകത്താണ് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും സുരക്ഷിതരായി കഴിയുന്നത്. അത് തകർത്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അതിൽ ലാഭമുണ്ട്, ഒരുപാട് പേർക്ക് അതിൽ ചൂഷണങ്ങൾ ചെയ്യാനുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ കുടുംബത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലേക്ക് എത്തുന്നത് വിവാഹിതരാണല്ലോ. ആ കണക്കുകൾ എങ്ങനെയാണ്, അതിൻ്റെ ലോജിക്ക്, അതിൻ്റെ റാഷണൽ എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിനെ സോഷ്യോളജിസ്റ്റുകൾ പല രീതിയിലും വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും. ഇപ്പോൾ അതിൽ വളരെ സൂക്ഷ്മമായ ഘടകങ്ങളുണ്ട്, വളരെ പ്രകടമായ ഘടകങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾക്ക് കൂടുതൽ കാശുണ്ടാക്കാനും സാമ്പത്തികമായി ഭദ്രത നേടാനുമുള്ള പ്രചോദനം വിവാഹത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും കൂടുതൽ സ്വന്തമായി വീട് ഉടമപ്പെടുത്തുന്നവർ വിവാഹിതരാണ്. അവിവാഹിതരാകട്ടെ, അത് വിവാഹിതർ എന്ന് പറയുമ്പോൾ അത് ഒരാൾ ജോലിയുള്ളവരാണെങ്കിലും 2 പേർക്കും ജോലിയുള്ളവരാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്വന്തമായി വീടുള്ളവർ വിവാഹിതരാണ്. അതിന് കാരണം എന്താണ്? അവിവാഹിതരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വന്തമായൊരു വീട് വെക്കണം, ഒരു പറമ്പ് വേണം എന്നുള്ള ഉയർച്ചയിലേക്ക് ചിന്തിക്കാനുള്ള പ്രചോദനം അവർക്കില്ല. ആ പ്രചോദനം വിവാഹത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണൊന്ന്. മറ്റൊന്ന്, സർവീസുകൾ, അതൊക്കെ കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ ഒരു സിംഗിളിന് വരികയാണ്, അല്ലെങ്കിൽ പിന്നെ മാരീഡ് അല്ലാത്ത ആളുകൾക്ക് വരികയാണ്. ഓരോ സർവീസ്, ഇപ്പോൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, നേരം വൈകിയാണ് ജോലിയിൽ നിന്ന് വരിക, അപ്പോൾ ഭക്ഷണം ഉണ്ടാവണം, വൃത്തിയാവണം, അപ്പോൾ അതിനൊരു വേലക്കാരിയെ വെക്കുകയാണ്. അതേസമയം പിന്നെ ആണാകട്ടെ പെണ്ണാകട്ടെ ജോലിക്ക് പോകുമ്പോൾ 2 പേരും ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെയും സർവീസുകൾ വാങ്ങേണ്ടി വരുന്ന അവസ്ഥ വരുന്നുണ്ട്. അതേസമയം ഒരാൾ ജോലിക്ക് പോവുകയും മറ്റാൾ വീടും അതുപോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ചൈൽഡ് കെയർ പോലെയുള്ള കാര്യങ്ങൾ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെലവഴിക്കപ്പെടുന്ന ചൈൽഡ് കെയറിനാണ്. കുട്ടികളെ നോക്കാനുള്ള ആളുകൾ ഇമിഗ്രൻസായും മറ്റുമൊക്കെ പിന്നെ അമേരിക്ക പോലെയുള്ള യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കടന്നു വന്ന് ഒരു വലിയ ഇൻഡസ്ട്രി ആയത് വളരാൻ കാരണം 2 പേർക്കും ജോലിയുള്ളതാണ്. അതേസമയം ഒരാൾക്ക് ജോലിയും ഒരാൾ ചൈൽഡ് കെയറും നോക്കുന്ന വീടുകളിൽ സാമ്പത്തികമായുള്ള ചെലവ് വളരെ കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഔട്ട്ഡോർ ഈറ്റിംഗ് തന്നെ വിവാഹിതരായ, പ്രത്യേകിച്ച് ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന ആളുകൾക്ക് കുറവാണെന്നാണ്. പുറത്തുപോയി ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ സിംഗിളുകൾക്കും അതുപോലെ തന്നെ 2 പേരും ജോലി ചെയ്യുന്ന കപ്പിൾസിനുമൊക്കെ കൂടുതലുണ്ട് എന്ന് പറയുന്നത് കാണാം. കാശ് പങ്കുവെക്കുന്ന അവസ്ഥ കുറവാണ് സിംഗിൾസിനും. 2 പേരും ജോലി ചെയ്യേണ്ടെങ്കിൽ 2 പേർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. ഒരാവശ്യം വന്നാൽ ഇപ്രാവശ്യം നിൻ്റെ ഊഴാണ് എന്ന് പറയുന്ന ഒരവസ്ഥ വരും. അതേസമയം ഒരാൾക്ക് മാത്രമേ ബാങ്ക് അക്കൗണ്ട് ഉള്ളൂ, 2 പേരും ഒരുമിച്ചാണ് ബാങ്ക് അക്കൗണ്ട്. ഒരാൾ ജോലി ചെയ്യുകയും ഒരാൾ വീട് നോക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ കാശ് പങ്കുവെക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് കാണാൻ സാധിക്കും. അതുപോലെ കുടുംബ സ്വത്തിൽ നിന്ന്, അതായത് ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ സ്വത്തിൽ നിന്ന് ജോലി ചെയ്യാത്തൊരംഗം വിവാഹത്തിലുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് സഹായങ്ങൾ, ഒരു ആക്സിഡൻറ്റ് വന്നാൽ അവിടെ സഹായിക്കുക, അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ
ഒരു ഭർത്താവിന്, ജോലി ചെയ്യുന്ന ഭർത്താവിന് ജോലി ചെയ്യാത്ത ഭാര്യയിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് ഈ സോഷ്യോളജിസ്റ്റുകൾ വീക്ഷിക്കുന്നുണ്ട്. സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആരോഗ്യപര രംഗത്ത് ഒരുപാട് ചെലവഴിക്കേണ്ടി വരുന്നില്ല. ഒരാൾ ജോലി ചെയ്യുകയും ഒരാൾ വീട്ടിൽ ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ ആരോഗ്യരംഗത്ത് ചികിത്സക്കും മറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറയുന്നുണ്ട്. ഒരു പഠനം, ജർമ്മൻ ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റ് നടത്തിയ പഠനത്തിൽ ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഭാര്യയെ ചുംബിക്കുകയാണെങ്കിൽ അയാൾ 4 വർഷം കൂടുതൽ ശരാശരി ജീവിക്കും എന്നൊരു പഠനം കാണാൻ സാധിക്കും. 6 സെക്കൻഡ് ചുംബിക്കുകയാണെങ്കിൽ അയാളുടെ ആരോഗ്യം വളരെ മെച്ചപ്പെടുമെന്നൊക്കെ പഠനം കാണാൻ സാധിക്കും. ഭാര്യയും ഭർത്താവും കൈ കോർത്തിട്ട് 4 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ആരോഗ്യം വളരെ മെച്ചപ്പെടും എന്ന് പഠനം കാണാം. 60 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കെട്ടിപ്പിടിച്ചാൽ, ഹഗ് ചെയ്താൽ അത് ഓക്സിറ്റോസിൻ്റെ ഉൽപ്പാദനവും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ തലച്ചോറിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ വിവാഹിതരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചികിത്സാ ചെലവുകളും അതുപോലെ തന്നെ ആരോഗ്യപരമായ ചെലവുകളൊക്കെ വളരെ കുറവാണെന്നാണ്. ഇത് സൂക്ഷ്മമായിരിക്കും, പക്ഷേ ഈ സൂക്ഷ്മമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ബ്രാഡ് വിൽകോക്സിനെ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ അവരുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഗെറ്റ് മാരീഡ്, വേഗം പോയി കല്യാണം കഴിക്കുക എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ അദ്ദേഹം ഇത്തരം സൂക്ഷ്മമായ നിരീക്ഷണങ്ങളൊക്കെ പങ്കുവെക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, ആക്സിഡൻറ്റുകൾ എന്തുകൊണ്ട് വിവാഹിതർക്ക് കുറവ്, അത് വളരെ ഒബ്വിയസായ ഒരു കാര്യമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, മണ്ടനും ക്രൂരനുമായ ആണിനെ നല്ലവനാക്കാൻ, ദയാലുവാക്കാൻ വേണ്ടി പടച്ചവൻ ഉണ്ടാക്കിയതാണ് പെണ്ണിനെ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്ന ബോധത്തിൽ നിന്ന് സുരക്ഷിതമായി എത്തണം, മറ്റുള്ളവർക്കും സുരക്ഷിതമായി എത്തണം എന്ന എമ്പതി വർദ്ധിപ്പിക്കാൻ പോലും വിവാഹം സഹായിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇതാണ് ഇന്നിപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു പോയിൻ്റ്, സ്വാതന്ത്ര്യം റിലേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഉള്ളൊരു ആശങ്കയാണ് വിവാഹം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തലല്ലേ. നമുക്ക് നിങ്ങളിപ്പോൾ പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അപ്പോൾ ഇതൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? വിവാഹം നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതിന് നമ്മളൊരു കുടുക്കിയിടലല്ലേ വിവാഹം എന്നുള്ളൊരു ചോദ്യം. വിവാഹം സ്വാതന്ത്ര്യത്തെ തടയുന്നു, അതൊരു കുടുക്കല്ലേ, ട്രാപ്പല്ലേ എന്നുള്ളതാണ്. സത്യത്തിൽ അതൊരു കമ്മിറ്റ്മെൻറ്റ് ഫോബിയ എന്ന് വരുന്നതാണ്. എവിടെയെങ്കിലും കമ്മിറ്റ് ആകാനുള്ളൊരു ഫോബിയ, അതായത് അക്കൗണ്ടബിലിറ്റി എടുക്കാനുള്ള മടി അല്ലെങ്കിൽ പേടി. ഇതാണ് ഈ വിവാഹം ട്രാപ്പല്ലേ. കാരണം ഞാൻ പരമാവധി ഞാൻ സ്വതന്ത്രനാകണം എന്നുള്ളതാണ്. ആരെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയി തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സത്യത്തിൽ അവർ വിവാഹം കഴിക്കാതിരിക്കുക നല്ലത്. അങ്ങനെ 2 ആൾ കൂടി ചേർന്നിട്ട് ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നത് എന്തിനാ? വിവാഹ ജീവിതത്തിൽ അതൊരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്, പാരസ്പര്യം എന്ന് പറയാം. ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തമുള്ളതാണ്. അല്ലാതെ എനിക്ക് കിട്ടേണ്ടത് കിട്ടണം, ഞാനൊന്നും ഏറ്റെടുക്കൂല എന്നുള്ളതാണെങ്കിൽ അവർക്ക് വിവാഹം പറ്റിയതല്ല. കാരണം ഇന്നത്തെ ലോകം ഇൻഡിവിജ്വലിസം, ഹൈപ്പർ ഇൻഡിവിജ്വലിസം, ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കാത്തതാണ്. നമുക്ക് ബന്ധങ്ങൾ, ഇപ്പോൾ മനുഷ്യബന്ധങ്ങൾ നമുക്ക് 2ആയിട്ട് എടുക്കാം. ഒന്ന് ബൈ ബർത്ത്, ജന്മം കൊണ്ടുള്ള ബന്ധങ്ങൾ. നമ്മളുടെ മാതാപിതാക്കൾ, അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ അതിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷനൊക്കെ ജന്മം കൊണ്ടുള്ള ബന്ധങ്ങളാണ്. അത് ബ്ലഡ് റിലേഷനാണ്, രക്തബന്ധങ്ങളാണ്. അവിടെ ആ ബന്ധങ്ങൾ നിലനിൽക്കുന്നതിൽ സത്യത്തിൽ നമ്മളുടെ ഒരുപാട് സാക്രിഫൈസ് ഉണ്ട്, കോംപ്രമൈസ് ഉണ്ട്. നമ്മുടെ ഉപ്പയും അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയും തമ്മിലുള്ള ബന്ധം നല്ല രൂപത്തിൽ നിലനിൽക്കുന്നത് ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഉമ്മ അങ്ങോട്ടോ ഇങ്ങോട്ടോ കോംപ്രമൈസ് ചെയ്തതാണ്. നമ്മളെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ. ഇനി ഒന്നുമില്ലെങ്കിലും ബ്ലഡ് റിലേഷൻ എന്നുള്ളത്, ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ആ റിലേഷൻ അങ്ങനെ ഉണ്ട് അവിടെ. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ബന്ധം എന്ന് പറഞ്ഞാൽ ബൈ ചോയ്സ് ആണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളാണ്. തിരഞ്ഞെടുക്കുന്ന ബന്ധം നമ്മളുടെ അയൽവാസികൾ, നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ ഇണ, നമ്മളുടെ സ്പൗസ്, പാർട്ട്ണർ, ഇതും തിരഞ്ഞെടുക്കുന്ന ബന്ധമാണ്. ഈ തിരഞ്ഞെടുക്കുന്ന ബന്ധത്തിൽ സത്യത്തിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റോ കോംപ്രമൈസോ ഒന്നും ഇല്ലെങ്കിൽ അത് ഒരു നിലക്കും നിലനിൽക്കാൻ പോണില്ല. അപ്പോൾ അവിടെ 2 പേരെ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് നിർത്തുന്നത് സത്യത്തിൽ ഈ കോംപ്രമൈസ്, സാക്രിഫൈസ്, അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെയാണ്. അത് ചെയ്ത് കൊടുക്കുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വെൽഫെയർ ട്രേഡ് ഓഫ്, എത്രത്തോളം ഞാൻ എൻ്റേത് ത്യജിച്ചിട്ട് മറ്റേ ആൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ടോ അവിടെ ബന്ധം നിലനിൽക്കുള്ളൂ. അത് കമ്പനിയിൽ ബോസിനോടാണെങ്കിൽ എത്രയും അഡ്ജസ്റ്റ് ചെയ്യുക, എത്രയും താഴ്ന്നു നിൽക്കുക. വീട്ടിൽ ഭർത്താവിനോടാണെങ്കിൽ അത് പറ്റൂല, ഞാൻ അയാൾ അടിമയാകും എന്ന് പറയുന്നത് എന്ത് ലോജിക്ക് ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലാണില്ല. ആ ബന്ധം നിലനിൽക്കണമെങ്കിൽ അവിടെ കോംപ്രമൈസ് അത്യാവശ്യമാണ്, എന്നാൽ മാത്രമേ നിലനിൽക്കുള്ളൂ. അവിടെ അത് ഇൻ്റർ ഡിപ്പെൻഡൻസാണ്. അപ്പോൾ
ലെസ്ലി പാരറ്റ് രണ്ട് പിന്നെ കപ്പിൾസ് ചെയ്തൊരു പുസ്തകമുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട്. അതിൽ അദ്ദേഹം പിന്നെ 3 ഫ്രെയിം വർക്കുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഫ്രെയിം വർക്ക് എല്ലാ വിവാഹങ്ങളും ഈ 3 ഫ്രെയിം വർക്കിൽ ഏതെങ്കിലും ഒന്നിലാണെന്നാണ് പറയുന്നത്. ഒന്നാമത് എ ഫ്രെയിം വർക്കാണ്, ഈ ക്യാപിറ്റൽ ലെറ്റർ എ എഴുതിയ പോലെ. അത് രണ്ടുപേരും ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുക, രണ്ടുപേരും പൂർണ്ണമായി ഡിപ്പെൻഡൻ്റാണ്. ഒരാൾ വീണു പോയാൽ മറ്റേ ആളും വീണു പോകും, അങ്ങനെ ആവരുത് എന്നുള്ളതാണ്. രണ്ടാമത്തത് എച്ച് ഫ്രെയിം വർക്കാണ്, ക്യാപിറ്റൽ എച്ച്. അതിങ്ങനെ ഒരു കൈയൊടുത്ത ബന്ധമുള്ളൂ. അത് രണ്ടാളും ഇൻഡിപെൻഡൻ്റാണ്. വിവാഹ ജീവിതത്തിൽ രണ്ടാളും ഇൻഡിപെൻഡൻ്റ്, രണ്ടാളെ വൈക്ക് ഇങ്ങനെ പോവുകയാണ്. മൂന്നാമത്തെ ഫ്രെയിം എം ഫ്രെയിമാണ്, രണ്ടാളും ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച്. അത് ഇൻ്റർഡിപ്പെൻഡൻ്റാണ്. ഒരാൾ വീണാലും മറ്റേ ആൾ നിലനിൽക്കും, പക്ഷെ അവർ പാരസ്പര്യത്തിലാണ് നിൽക്കുന്നത്. ആ ഇൻ്റർഡിപ്പെൻഡൻസിയാണ് വിവാഹത്തിനകത്ത് വേണ്ടത്. അവിടെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവണം, എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഇയാൾ സമ്മതിക്കുന്നില്ല എന്നത് നമുക്ക് പിന്നെ കൂടുതൽ കോൺഫ്ലിക്റ്റിലേക്ക് പോകുള്ളൂ. അത് വിവാഹ ജീവിതം എന്നല്ല, ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും അത് എൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പും നിലനിൽക്കില്ല. വീട്ടിൽ പിന്നെ അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധം പോലും ആ നിലക്കാണെങ്കിൽ നിലനിൽക്കാൻ പ്രയാസമാണ്. എവിടെയൊക്കെ കോംപ്രമൈസും സാക്രിഫൈസും അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടോ അവിടെ 2 മനുഷ്യർ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിവാഹ ജീവിതത്തിലും അത് തന്നെയാണ്. പക്ഷേ നമുക്ക് ചുറ്റും ഇങ്ങനെ വരുന്ന ഒരു ക്യാമ്പയിനിങ് ഉണ്ട്. അത് വിവാഹം കഴിച്ചാൽ സ്ത്രീ അടിമയാവും, വിവാഹം കഴിച്ചാൽ പുരുഷൻ്റെ അടിമയാവും എന്നുള്ള ക്യാമ്പയിനിങ്ങിനെ കേട്ട് അത് നമ്മൾ പിന്നെ അങ്ങനെ ആകും എന്നൊരു ധാരണ, ഈ പറഞ്ഞ പോലെ ഒരു കൊഗ്നിറ്റീവ് ഈസിന് വേണ്ടി നമ്മൾ തന്നെ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെ വേറൊരു പ്രശ്നം പുരുഷൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളുണ്ട്. പുരുഷനിൽ ചില പാട്രിയാർക്കിക് എലിമെൻസ് ഉണ്ട്. അത് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. സത്യത്തിൽ ഒരു മുസ്ലിം പക്ഷത്ത് നിന്ന്, ഒരു ഇസ്ലാമികമായ ഭൂമികയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പാട്രിയാർക്കൽ എലമെൻറ്റ്സ് ഒരിക്കലും ഒരു കുടുംബത്തിൽ പാടില്ല. അവിടെ കൃത്യമായ റോളുകളുണ്ട്, ആ റോളുകൾ അനുസരിച്ചാണ് പോകേണ്ടത്. പക്ഷേ പുരുഷനൊരു ധാരണ ഉണ്ട്, വീട്ടിലെ പണി മുഴുവൻ സ്ത്രീകളാണ് എടുക്കേണ്ടത്, പിന്നെ സ്ത്രീ അവിടെ നിൽക്കാനുള്ളതാണ് എന്നൊക്കെയുള്ള ഒരു പാട്രിയാർക്കലായിട്ടുള്ള തിങ്കിങ് അത് പെണ്ണിനെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മതത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് നമ്മൾ സ്വീകരിക്കുന്ന ചില സാംസ്കാരികമായ എലമെൻസിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്രീഡം എന്ന് പറയുന്നത് കല്യാണം വേഴ്സസ് ഫ്രീഡം എന്നുള്ളതാണല്ലോ ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കല്യാണമാകട്ടെ, കല്യാണത്തിന് പുറമേ ആകട്ടെ, ഫ്രീഡം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ ഓവർ റേറ്റഡ് ആണെന്നാണ് ഇപ്പോഴുള്ള പല സൈക്കോളജിസ്റ്റുകളും പറയുന്നത്. ഇപ്പോൾ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ ബാരി ഷുവർട്സ്, അദ്ദേഹത്തിൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത് പാരഡോക്സ് ഓഫ് ചോയ്സ് എന്നാണ്. വൈ മോർ ഈസ് ലെസ്. ഒരുപാട് ചോയ്സ് ഉണ്ടാവുക, എല്ലാം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നല്ലതല്ല എന്നുള്ളതാണ്. സൈക്കോളജിക്കലി ആകട്ടെ, ഫിസിക്കലി ആകട്ടെ അവനെ കഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ആധുനിക മനുഷ്യൻ പണ്ടത്തെ മനുഷ്യനേക്കാൾ കൂടുതൽ ചൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോന്നും അവൻ തിരഞ്ഞെടുക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് കാരണം അവന് ഡിസിഷൻ ഫാറ്റീഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയാവുമ്പോഴേക്കും നമുക്ക് ഉറങ്ങാൻ തോന്നാണ്. പണ്ടത്തെ ഒരു മനുഷ്യനും ഉച്ചയാവുമ്പോഴേക്കും ഉറങ്ങാൻ അവൻ്റെ തല, അവൻ്റെ ബുദ്ധി അതിനനുസരിച്ച് ക്ഷീണിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. നേരെ മറിച്ച് ആധുനിക മനുഷ്യൻ അത്രയും ക്ഷീണിക്കാൻ കാരണം രാവിലെ പല്ല് തേക്കുന്നത് മുതൽ ഉണരുന്നത് മുതൽ 40,000-ഓളം ആവറേജ് 40,000-ഓളം ഡിസിഷനുകൾ അവൻ ഓരോ ചലനത്തിലും എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചൂസ് ചെയ്യാൻ ഒരു പങ്കാളി ഉണ്ടാവുക എന്നുള്ളത്, നമ്മളുടെ ചോയ്സിനെ കുറക്കുക എന്നുള്ളത് അത് ആരോഗ്യപരമാണ് എന്നാണ് ഇപ്പോഴത്തെ സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഡിസിഷനുകൾ ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് പാരഡോക്സ് ഓഫ് ചോയ്സ് എന്നാണ് ഇതിനെ പറയുക. ഒരുപാട് ഫ്രീഡുള്ള സമൂഹങ്ങളിൽ വളർന്നു വരുന്നൊരു പ്രശ്നമാണ് ചോയ്സുകൾ കൂടുന്നു, അതിനനുസരിച്ച് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ കൂടുന്നു. അതിലൊന്നാമത്തത് കോഗ്നിറ്റീവ് ബർഡനാണ്. ഓരോന്നും ഞാൻ തന്നെ ചിന്തിക്കണം, എല്ലാം ഞാൻ ചിന്തിച്ച് ഞാൻ തന്നെ ചെയ്യണം. എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം, ഇന്ന് എന്ത് പ്ലാൻ, നാളെ എന്ത് പ്ലാൻ, എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഡിസിഷൻ ഫാറ്റീഗ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളതാണ്. ആ അവഗണനയുടെ ഒരു വില നമ്മൾക്ക് ഉണ്ടാവുകയാണ്. ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നാം മറ്റ് ഓപ്ഷനുകൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം, നമ്മളുടെ ബുദ്ധിയെല്ലാം പഠിച്ചുകൊണ്ടല്ല തീരുമാനിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറായിരിക്കും കൂടുതൽ ബുദ്ധിയുള്ള ആൾ. അയാളുടെ ചോയ്സിലൂടെ നമുക്ക് ഇഷ്ടമില്ലാത്ത ചോയ്സായിരിക്കും അയാൾ തരാം, ഇന്ന് ഇവിടെ പോയാൽ മതി. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് അത് ഗുണമായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ മാത്രം തിരഞ്ഞെടുക്കുക, നമ്മുടെ ഫ്രീഡം ഉപയോഗിച്ച് നമ്മൾ മാത്രം ചൂസ് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അതുപോലെ കുറ്റബോധം.
റിഗ്രറ്റും ഡിസാറ്റിസ്ഫാക്ഷനും ഏറ്റവും കൂടുതലുള്ളത് ഫ്രീഡവും സ്വന്തമായി ചൂസ് ചെയ്ത് ജീവിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെയാണ്. ഇപ്പം ഫെമിനിസത്തെ തന്നെ എടുക്കുക. ഫെമിനിസ്റ്റുകൾ വളരെ പ്രബലരായ ഫെമിനിസ്റ്റുകൾ, ബെറ്റി ഫ്രീഡനെ പോലെയുള്ള, അതുപോലെ തന്നെ ഗെർമൻ ഗ്രീർ പോലെയുള്ള സ്ത്രീകളൊക്കെ തന്നെയും അവർ ഒരു നാൾ വിവാഹത്തെയും അതിലൂടെ ഉണ്ടാകുന്ന സങ്കുചിതത്വത്തെയും അടിമത്തത്തെയും ഒക്കെ ഒരുപാട് വാക്കുകളിലൂടെ വിമർശിച്ചു. പിന്നീടൊരു കാലത്ത് ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്താൽ മതിയായിരുന്നു, എനിക്ക് കുട്ടികളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കുട്ടികളുണ്ടാവാൻ വേണ്ടി ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഫെമിനിസത്തിൻ്റെ മാതാക്കൾ തന്നെ പറയുന്ന അവസ്ഥ നമ്മൾ കാണാണ്. ഇതൊക്കെ റിഗ്രറ്റാണ്. ജീവിതത്തിൽ ഒരു പങ്കാളി നമ്മളുടെ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ റിഗ്രറ്റുകൾ കുറക്കുമെന്നുള്ളതാണ്. ഡിസിഷൻ പാരാലിസിസ് എന്ന് പറയുന്ന സംഗതി തന്നെ ഇപ്പോൾ പാശ്ചാത്യ നാടുകളിലൊക്കെ കണ്ടുവരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മാനസികാഘാതങ്ങളും ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഫ്രീഡം അധികരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചോയ്സുകൾ കൂടുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പാശ്ചാത്യ നാടുകളിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ പഠിച്ചുകൊണ്ട് സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഫ്രീഡം എന്ന് പറയുന്നത്, അതിലൂടെ ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പുകളുടെ വൈവിധ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓവർ റേറ്റഡ് ആണ്. ഇത്രയൊന്നും വില വിവാഹത്തിനടുത്ത് വെക്കാൻ ഇതിനില്ല എന്നുള്ളതാണ് പല സൈക്കോളജിസ്റ്റുകളും ഇന്ന് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ആഡ് ചെയ്യാനുള്ള ഈ പാരഡോക്സ് ഓഫ് ചോയ്സ് എന്നുള്ള പുസ്തകം ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം ഒരു രസകരമായ സംഗതി പറയുന്നുണ്ട്. നമ്മളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തിരഞ്ഞെടുക്കുമ്പോൾ 2 രൂപത്തിലുണ്ട്, ഒന്ന് മാക്സിമൈസറും ഒന്ന് സാറ്റിസ്ഫൈസറും. ഇപ്പോൾ മാക്സിമൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിക്കുക. നമ്മളൊരു കടയിൽ കയറി. ഇപ്പോൾ കടയിൽ കയറിയപ്പോൾ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എനിക്ക് ഇന്ന കളർ വേണം, ഇതാണ് എൻ്റെ സൈസ്, ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള പൈസ, അതിൽ ഒതുങ്ങുന്നത് വേണം. അപ്പോൾ നമ്മളൊരു കടയിൽ കയറി, അപ്പോൾ നമുക്കൊരു സാധനം കിട്ടി, അപ്പോൾ നമ്മൾ അടുത്തത് എടുക്കാൻ പറയും. അങ്ങനെ കുറേ നമ്മൾ നോക്കും. അപ്പോൾ എനിക്ക് പറ്റിയ കളർ കിട്ടിയാലും, എനിക്ക് എൻ്റെ സൈസിനുള്ളത് കിട്ടിയാലും, എൻ്റെ കയ്യിലുള്ള ബജറ്റിനനുസരിച്ചുള്ള കിട്ടിയാലും നമ്മൾ പിന്നെ അടുത്ത് എടുക്കാൻ പറയും. അങ്ങനെ അടുത്ത് കുറേ എടുക്കാൻ പറയും. പിന്നെ നമ്മളെ തോന്നൽ എന്താ വെച്ചാൽ ഇതൊന്നും വേണ്ട, ഇതിനേക്കാൾ നല്ലത് ചിലപ്പോൾ അപ്പുറത്തെ കടയിലുണ്ടാവും, എന്നിട്ട് അവിടെ പോവും. പിന്നെ നമ്മളെ ചിന്ത ഇതിനേക്കാൾ നല്ലത് അപ്പുറത്തെ കടയിൽ പോകും. ഇതാണ് മാക്സിമൈസർ എന്ന് പറയുന്നത്. സാറ്റിസ്ഫൈസർ എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കടയിൽ പോയാൽ ആ കടയിൽ പോയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കളർ, ഇഷ്ടപ്പെട്ട സൈസ്, ഇഷ്ടപ്പെട്ട ബജറ്റിൽ കിട്ടിയാൽ ആ സാറ്റിസ്ഫൈസർ ആയ ആൾ പറയുക എനിക്കിത് മതി. അപ്പോൾ ഈ സാറ്റിസ്ഫൈസറിൻ്റെ തോട്ട് എപ്പോഴും എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇതിനേക്കാൾ നല്ലത് ഈ കടയിൽ ഇനിയുണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് അപ്പുറത്തെ കടയിൽ ഉണ്ടാകാം, പക്ഷേ എനിക്ക് യോജിച്ചത് ഇത് കിട്ടി, എനിക്കിത് മതി. മാക്സിമൈസർ എപ്പോഴും ഇനിയിപ്പോൾ ഒരു ഷർട്ട് വാങ്ങിയാൽ തന്നെ അയാൾ ചിന്തിക്കുക, ആ ഷർട്ട് ഇട്ട് നടക്കുമ്പോഴും ചിന്തിക്കുക ഇതിനേക്കാൾ നല്ല ഷർട്ട് അപ്പുറത്തെ ഏതോ കടയിലുണ്ട്, എപ്പോഴും ഇതായിരിക്കും ചിന്തിക്കുക. വിവാഹത്തിലും പലപ്പോഴും സംഭവിക്കുന്നു. നമ്മൾ വിവാഹം കഴിക്കാൻ ആലോചിക്കുമ്പോൾ നമ്മളൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കുറേ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ആവണം, ഇങ്ങനെ ആവണം. ഇതൊക്കെ തരുന്നത് റീൽസും ഫിലിംസുമാണ്, മൂവീസും റീൽസുമാണ് ഇത് ഫുള്ള് തരുന്നത്. അപ്പോൾ എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ആവണം എന്നൊക്കെ ഉണ്ടാവും. എന്നിട്ട് കല്യാണം കഴിഞ്ഞാലും നമ്മളിങ്ങനെ നമുക്ക് ചില ഘട്ടങ്ങൾ എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിനേക്കാൾ നല്ലത് അപ്പുറത്തുണ്ടാവുമല്ലോ, ഇതിനേക്കാൾ നല്ല അപ്പുറത്തുണ്ടാവുമല്ലോ. ഇത് നേരെ കോൺഫ്ലിക്റ്റിലേക്കേ പോവുള്ളൂ. പക്ഷെ ഒരു സാറ്റിസ്ഫൈസർ ഇപ്പോഴും ആ കുറഞ്ഞ ചോയ്സ് ഒരു പാരാമീറ്റേഴ്സ് അയാൾക്ക് ഉണ്ടാവുള്ളൂ. അത് അയാൾ അങ്ങനെ ഒരാളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾ എപ്പോഴും അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇത് പാരഡോക്സ് ഓഫ് ചോയ്സ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വൈരുദ്ധ്യങ്ങൾ എന്നുള്ള 2 തലങ്ങളെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയാം. വേറൊരു സംഗതി ഇദ്ദേഹം പറഞ്ഞതൊപ്പം വെക്കാവുന്ന ഒരു പാരഡോക്സ് ഓഫ് ചോയ്സ് എന്നുള്ള ഒരു സൈമൺ സൈനക്ക് എന്ന് പറഞ്ഞിട്ട് ഉള്ള ആളൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പണക്കാരനായ ഒരു ബിസിനസ്മാൻ, അദ്ദേഹം ചെരുപ്പ് വെക്കുന്ന ആളാണ്. അയാളുടെ സക്സസിൻ്റെ വിജയം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ചോയ്സുകൾ കുറവ് കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീ വന്നിട്ട് ചെരുപ്പ് വാങ്ങുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം ഒരു ചെരുപ്പ് കാണിച്ചു കൊടുക്കും. ആ പെണ്ണ് പറയണം ആ ചെരുപ്പ് എടുക്കണം എന്ന് പറഞ്ഞാൽ അടുത്ത ചെരുപ്പ് കാണിച്ചു കൊടുക്കും. മൂന്നാമത്തത് മറ്റേ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞാൽ അയാൾ ചോദിക്കും ഇതിലേത് ചെരുപ്പാണ് ഞാൻ തിരിച്ചു വെക്കേണ്ടത് എന്ന് വെച്ചാൽ 3 ചെരുപ്പ് വരുന്നതോടുകൂടി വാങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഈ കടയിൽ നിന്ന് ഇനി വാങ്ങണ്ട എന്ന് തോന്നും. കാരണം മറ്റേ ചെരുപ്പ് ഉണ്ടായിരുന്നു, അതെനിക്ക് കിട്ടിയില്ല, സർവീസ് പോരാ, ഇങ്ങനെയുള്ള സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു കസ്റ്റമർ ആയിക്കൊണ്ട് ആ സ്ത്രീ മാറും എന്ന് അയാൾക്കറിയാം. എന്ന് മാത്രമല്ല ചിലപ്പോൾ കുറേ ചോയ്സ് ഉണ്ടാവുമ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട അപ്പുറത്തെ കടയിൽ ഉണ്ടാവാം എന്ന ചിന്ത വരും. അപ്പം അദ്ദേഹത്തിൻ്റെ വിജയകരമായ ബിസിനസ്സിൻ്റെ മാതൃക എന്ന് പറയുന്നത് ചോയ്സ് കുറക്കുക എന്നുള്ളതാണ്. ചോയ്സ് കുറയുക എന്നുള്ളത് എന്തോ ഒരു നഷ്ടമായി പ്രചരിപ്പിക്കപ്പെടുന്നതിനെതിരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമായാലും നമ്മളുടെ ബിസിനസ് ആയാലും നമ്മുടെ ദാമ്പത്യമായാലും എല്ലാത്തിലും ചോയ്സുകൾ കുറക്കുക എന്നുള്ളതാണ് സൈക്കോളജിക്കലി നമുക്ക് ഏറ്റവും അനുയോജ്യം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, പരസ്പര ബഹുമാനവും സ്പേസും
നമ്മളുടെ ഇടയിൽ ഒരു സ്പേസും ഉറപ്പില്ലെങ്കിൽ വിവാഹം വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം. ഉമർ റളിയല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, കുന്ന മാഷറ ഖുറൈശ്, ഞങ്ങൾ ഖുറൈശി ആളുകൾ എന്ന് പറഞ്ഞാൽ നഗലുബു നിസാന, ഞങ്ങളുടെ സ്ത്രീകളെ അധികാരം ചെലുത്തിയിരുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ അടക്കി ഭരിച്ചിരുന്ന വലിയ മാച്ചോ പുരുഷന്മാരായിരുന്നു. അതേസമയം ഞങ്ങൾ മദീനയിലേക്ക് വന്ന സമയത്ത് അവിടെ അൻസാരികൾ, അവർ തഗലുബുഹും നിസാവുഹും, അവരുടെ സ്ത്രീകൾ അവരെ അടക്കി ഭരിക്കുന്ന, സ്ത്രീകൾക്ക് കൂടുതൽ പവറുള്ള ഒരു നാടായിട്ട് അൻസാരികളുടെ മദീന ഞങ്ങൾ കണ്ടു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ്റെ അതിനുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഫതബസ്സമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അത് കേട്ടപ്പോൾ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം ഇതിന് ഈ പവർ ഡൈനാമിക്സിന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. ആരാണ് ശാരീരികമായി ശക്തിയുള്ളവൻ, ആരാണ് സാമ്പത്തികമായി ശക്തിയുള്ളവൻ, ഇതൊന്നും ദാമ്പത്യത്തിൽ ഒരു വിലയുമില്ല എന്നുള്ളതാണ് സ്വഹാബികളുടെ വ്യത്യാസം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മുഹാജിറുകളുടെ കാര്യമാണ് ശരി എന്ന് പ്രവാചകൻ പറഞ്ഞില്ല, മുഹാജിറുകളുടെ ശൈലിയാണ് ശരി എന്ന് പ്രവാചകൻ പറഞ്ഞില്ല, അൻസാരികളുടെ ശൈലിയാണ് ശരി എന്നൊന്നും പ്രവാചകൻ പറഞ്ഞില്ല. നേരെ മറിച്ച് ഏത് രൂപത്തിലാണ് പവർ ഡൈനാമിക്സ് ദാമ്പത്യത്തിൽ നിലനിൽക്കുന്നതെങ്കിലും ആർക്കാണ് കൂടുതൽ ശക്തി, സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ശക്തി ആർക്കായാലും പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക, വെൽഫെയർ ട്രേഡ് ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞ പോലെ സ്വന്തം ക്ഷേമം മറ്റാൾക്ക് വേണ്ടി ത്യജിക്കുക എന്നുള്ള ആ ഒരു ശൈലിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണുന്നത്. മക്കയിലായിരുന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ സാംസ്കാരികമായി അവരുടെ സംസ്കാരം അനുസരിച്ച് സ്ത്രീകളെക്കാൾ ആധികാരികത പുലർത്തിയിരുന്ന പുരുഷന്മാരായിരുന്നു. അതേസമയം മദീനയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അവർ കച്ചവടക്കാരല്ല, എപ്പോഴെങ്കിലും കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന പുതിയാപ്പിളല്ല മദീനയിലുള്ള ഭർത്താക്കന്മാർ. നേരെ മറിച്ച് പെണ്ണിൻ്റെ കൂടെ ജീവിച്ച് തൊട്ടടുത്ത് പറമ്പിൽ കൃഷി നടത്തി ജീവിക്കുന്ന ആണുങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി എപ്പോഴും ഇടപെടുമ്പോൾ അവർ പരസ്പരമുള്ള ഇടപാടിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു സമൂഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇസ്ലാമിൽ പുരുഷൻ അധികാരത്തിൽ വാഴുകയും സ്ത്രീ അതിന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഭാഗമായി കാണിക്കുന്നത് ശരിയല്ല എന്ന് ഈ ഹദീസ് നമുക്ക് തെളിച്ചു തരാണ്. നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ സംസ്കാരം അനുസരിച്ച് ഓരോ നാട്ടിലും ഓരോ കാലത്തും സ്ത്രീക്കും പുരുഷനൊക്കെ ശക്തി മാറി മാറി വരും. ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ ശക്തിയുണ്ട്, അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് ശക്തി അവരുടെ വാക്കുകൾക്കുണ്ട് എന്നൊക്കെ വന്നാൽ പോലും ഇനി അത് ചിലപ്പം മാറിയേക്കാം, പുരുഷന്മാർക്ക് ശക്തി വന്നേക്കാം. ഈ ശക്തിയിൽ കേന്ദ്രീകൃതമായ ഒരു വടംവലിയല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ദാമ്പത്യം എന്നുള്ളതാണ്. എനിക്ക് കൂടുതൽ ഭർത്താവിനേക്കാൾ കൂടുതൽ ആധികാരികത ഉണ്ട്. സാധാരണ സൈക്കോളജിയിൽ ഒരു സങ്കല്പം വരാറുണ്ട്, സീക്കറും സെറ്റ്ലറും എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. സീക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ എനിക്ക് കിട്ടണം, ഇതെൻ്റെ ആവശ്യമാണ് എന്നുള്ളവരെയാണ് സീക്കർ എന്ന് പറയുക. സെറ്റ്ലർ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടി എനിക്ക് വേറെയും ചോയ്സ് ഉണ്ടായിട്ട് ഇയാൾക്ക് വേണ്ടി ഞാൻ നിർത്തിയിരിക്കുന്നു, ഞാൻ ഇയാളുമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പം യഥാർത്ഥത്തിൽ പറയാറുണ്ട്. അത് ശരിയാണോ അല്ലേ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് അതൊന്നും ഇസ്ലാം പരിഗണിക്കുന്നില്ല. നമ്മൾ സീക്കർ ആവട്ടെ സെറ്റ്ലർ ആകട്ടെ ഇതൊന്നും അല്ലാത്ത ആളാവട്ടെ, സ്വന്തം ഇണയെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന, അവർക്ക് മാക്സിമം സന്തോഷം നൽകുന്നവനായി മാറുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തത്വം. അതുകൊണ്ട് ഇത് ഭർത്താവാണോ ഭാര്യയാണോ, ഭാര്യക്കാണോ ഭർത്താവിനാണോ കൂടുതൽ സമ്പത്ത്, കൂടുതൽ വലിയ കുടുംബം, കൂടുതൽ സൗന്ദര്യം, കൂടുതൽ വലിയ ജോലി, എല്ലാം ഉത്തരവാദിത്തങ്ങളുടെയും ബാധ്യത ഒക്കെ ഉള്ളത് എന്നുള്ളത് പ്രസക്തമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒക്കെ പഠിപ്പിച്ചു തന്നത് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, സ്വന്തം കുടുംബത്തോട്, അത് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ, നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. സമൂഹത്തിൽ വലിയ ഇമേജും സമൂഹത്തിൽ വലിയ മതപരമായോ അല്ലെങ്കിൽ ഭൗതികമായോ വലിയ സ്ഥാനമാനങ്ങളോ എന്തും ഉണ്ടാകട്ടെ, സ്വന്തം വീട്ടിൽ ഭാര്യക്കും ഭർത്താവിനും മോശമാണ് പറയാനുള്ളതെങ്കിൽ നീ നല്ലവനല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ നമ്മളുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ് നമ്മളെപ്പറ്റി സംതൃപ്തനായിക്കൊണ്ട് മരിച്ചാലേ നമുക്ക് സ്വർഗ്ഗമുള്ളൂ, നമുക്ക് സ്വർഗ്ഗമുണ്ട് എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ രൂപത്തിലായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായി കരുത്തുണ്ടെന്ന് ആയിഷ ബീവി തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനേക്കാൾ കരുത്തുണ്ടായിരുന്നു, ഓട്ടമത്സരത്തിൽ പ്രവാചകൻ തോൽപ്പിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേ ആയിഷ ബീവി പാത്രം കൊണ്ടുവന്നപ്പോൾ അടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സീന് നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പ്രതീക്ഷിച്ച് നോക്കൂ. പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പെണ്ണിൻ്റെ അവകാശമാണ് എന്ന് പ്രവാചകൻ അവിടെ പഠിപ്പിക്കുകയാണ്.
അദ്ദേഹത്തിന് കൂടുതൽ ശാരീരികവും കായികവുമായ ശക്തിയുണ്ട്. അദ്ദേഹം രാഷ്ട്രത്തിൻ്റെ നേതാവാണ്, അവിടുത്തെ രാജാവാണ്. ഈ അധികാരമൊന്നും പെണ്ണിൻ്റെ അടുത്തില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഭാര്യയോട് എന്തോ പറഞ്ഞപ്പോൾ ഭാര്യ തിരിച്ചു പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുക, നീ എന്നോട് ശോഭിക്കുകയാണോ, നീ എന്നോട് മറുപടി പറയാണോ? അപ്പോൾ ആ സ്ത്രീ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്ത്രീകൾ, പെണ്ണുങ്ങൾ, അവർ അള്ളാഹിൻ്റെ റസൂലിനോട് പ്രതികരിക്കാറുണ്ട്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് പ്രതികരിച്ചുകൂടാ? അപ്പോൾ പ്രതികരണശേഷിയും എത്ര അധികാരവും ശക്തിയും ഉണ്ടെങ്കിലും ശക്തിക്കും അധികാരത്തിനും ശക്തിയുടെ പവർ ഡൈനാമിക്സിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷയും മറ്റും നോക്കിയെടുക്കേണ്ട ഒരു തീരുമാനമല്ല യഥാർത്ഥത്തിൽ ഇത്. നേരെ മറിച്ച് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പരസ്പര കനിവിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. കേരളത്തിൽ എല്ലാ വിവാഹങ്ങളും ഭയങ്കരമായി ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് മതവ്യത്യാസമൊന്നുമില്ല. ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളൊക്കെ വിവാഹ ചടങ്ങുകളിലേക്ക് പരസ്പരം ക്ഷണിക്കപ്പെടുകയും അതിൻ്റെ കർമ്മങ്ങളിൽ മാത്രം അതിൻ്റെ ഒരു ഒരു 10 മിനിറ്റൊക്കെ പരമാവധി ഉണ്ടാകും. അത് ഓരോ മതത്തിലും വ്യത്യസ്തമായി കാണുന്നുണ്ട്. പക്ഷേ തുടർന്ന് നടക്കുന്ന വൈവാഹിക കുടുംബജീവിതമെല്ലാം ഒരുപോലെയാണ്. അത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായാലും മക്കളെ പരിചരിക്കുന്നതായാലും മാതാപിതാക്കളെ പരിചരിക്കുന്നതായാലും എല്ലാം ഈ 10 മിനിറ്റ് ആചാരങ്ങളിലുമൊക്കെയുള്ള വ്യത്യാസം മാത്രമായിട്ടാണോ ഇസ്ലാമും വിവാഹ വീക്ഷണത്തെ കാണുന്നത്? ഇതര മതങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ വിവാഹ സങ്കല്പത്തിൻ്റെ വ്യതിരിക്തതയും ഒരു പ്രത്യേകതയും അനിവാര്യതയും എന്താണ് എന്നുകൂടി സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത് മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്ന ഒരു ചോദ്യമാണ്. വിവാഹത്തിന് ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതുവരെ പരിചയമില്ലാത്ത, കേവലം കാഴ്ച കൊണ്ട്, കേവലമായ അന്വേഷണം കൊണ്ട് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ കാലങ്ങളായി പ്രണയിച്ചോ അല്ലാതെയോ ഒരുമിച്ച് ജീവിച്ച ആളുകളെ തിരഞ്ഞെടുക്കാൻ മതസമൂഹം എന്ത് ചെയ്യുന്നില്ല, മാതാപിതാക്കളൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ബോധ്യമുള്ള ആളെ തിരഞ്ഞെടുക്കുന്നതല്ലേ പെട്ടെന്ന് കാണുന്ന ആളെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത്? ആ തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ചുള്ള ഇസ്ലാമിക വീക്ഷണം കൂടി ഒന്ന് പറയണം എന്ന് അഭ്യർത്ഥിക്കാം. പ്രേമിച്ച് നമ്മൾ ഒരാളെ തിരിച്ചറിഞ്ഞിട്ട് ചൂസ് ചെയ്യുന്നതല്ലേ നല്ലത് എന്നുള്ളത് ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ പ്രേമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ന്യൂനതകൾ, അയാളുടെ പ്രശ്നങ്ങൾ, അയാളിൽ നിന്ന് വരാവുന്ന പൊട്ടൻഷ്യൽ ഹാമുകൾ, അയാളിൽ നിന്നുണ്ടാകാവുന്ന ദോഷങ്ങൾ, ദുരന്തങ്ങൾ, ഉപദ്രവങ്ങൾ, ഇതൊന്നും പ്രേമിക്കുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിൽ അമിഗ്ഡല എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ അമിഗ്ഡലാണ് നമുക്ക് പേടി, നമ്മളുടെ ഇമോഷണൽ റെസ്പോൺസ്, ഇമോഷണൽ ലേണിങ്, അതുപോലെ തന്നെ നമ്മളുടെ ഫിയർ, നമ്മളുടെ പേടി. നമ്മളൊരു ദ്വീപിൻ്റെ ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ വീഴാൻ സാധ്യത ഉണ്ടെന്നുള്ള പേടി നമ്മളുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത് ഈ അമിഗ്ഡലാണ്. അതേസമയം പ്രേമത്തിലാവുന്ന സമയത്ത് ഓക്സിറ്റോസിൻ്റെ അമിതമായ പ്രസരണം കാരണം നമ്മളുടെ അമിഗ്ഡല ദുർബലമായി പോവുകയും നമ്മൾക്ക് അന്യനിൽ, നമ്മൾ പ്രേമിക്കുന്ന ആളിൽ ന്യൂനത ഉണ്ട് എങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയാതിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരുപാട് പഠനങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒക്ടർ ഗുലോഗുലുവിൻ്റെ പഠനത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് മനഃശാസ്ത്രജ്ഞർ ഒരു പഠനം തന്നെ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കുറേ കപ്പിൾസിനെ കൊണ്ടുവന്നു, പ്രേമിക്കുന്ന ആളുകൾ കമിതാക്കളെ കൊണ്ടുവന്നിട്ട് അവർ ലാബിൽ കൊണ്ടുവന്നിട്ട് അവരെ കളിയിൽ ഏർപ്പെടുത്താണ്, ഓരോ വ്യത്യസ്തങ്ങളായ കളികൾ. ഈ കളികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്വഭാവം നമ്മളറിയാതെ പുറത്ത് ചാടുന്ന ഒരു സാധനം. ഇപ്പോൾ ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ അയാളുമായി 2 മണിക്കൂർ കളിച്ചാൽ മതി, അപ്പോൾ അയാളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇവരെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ കളികൾ കൊടുക്കുകയാണ്. കമിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു, ഏതൊക്കെയോ കളി കളിച്ചു. അപ്പോൾ അതിൽ അവരുടെ സ്വഭാവം പ്രകടമായി എന്ന് മാത്രമല്ല, ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഒരു തേർഡ് പാർട്ടിക്ക് ഇവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ പറയാൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം തേർഡ് പാർട്ടി, ഈ കമിതാക്കളല്ലാത്ത, പ്രേമിക്കുന്ന ആണും പെണ്ണും അല്ലാത്ത മൂന്നാമത്തൊരു ടീം ഈ വീഡിയോ കണ്ടിട്ട് ഇയാളുടെ സ്വഭാവം, ഇയാൾക്ക് ദുശ്ശീലമുണ്ട്, ഇയാൾക്ക് ദേഷ്യമുണ്ട്, ഇയാൾക്ക് കോപമുണ്ട്, ഇയാൾക്ക് ഇന്ന ന്യൂനതകളുണ്ട്, ഇയാൾക്ക് ചതിയുണ്ട് എന്നൊക്കെ മൂന്നാമത്തെ തേർഡ് പാർട്ടി പറഞ്ഞു കൊടുത്തു. അതേസമയം ഈ പ്രേമിച്ച് പരസ്പരം കളിച്ച ആളുകളോട് ചോദിക്കുകയാണ്, ഇയാൾക്ക് എന്തെങ്കിലും ദോഷം നിങ്ങൾ കളിയിൽ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ഒരു ന്യൂനതയില്ല എന്നാണ് പ്രേമിക്കുന്ന ആളുകൾ പരസ്പരം പറയും. എന്ന് വെച്ചാൽ ഒരു ന്യൂനത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും ഭീതി അതുണ്ടാക്കുന്നില്ല.
നമ്മളെ തലച്ചോറ് ഭീതി ഉണ്ടാക്കുന്നില്ല. എന്തെങ്കിലും ഒരു ചൂടാവുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ക്യൂട്ടായിട്ടേ തോന്നുള്ളൂ. എന്തൊരു ക്യൂട്ടാണ് ആ ചൂടാവൽ എന്നേ തോന്നുള്ളൂ. ഇതാണ് പ്രേമത്തിൻ്റെ ഒരു പ്രശ്നം. ഇത് സോഷ്യൽ ലൈഫിൽ നമ്മളെപ്പോഴും കാണുന്നതാണ്. ഇപ്പം ജെ ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി എപ്പോഴും വിവാഹത്തിനെതിരായിട്ട് നടത്തപ്പെടുന്ന ടോക്കുകളാണ് അതിലുള്ളത്. അതിൽ മിക്കവാറും സ്ത്രീകൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ അതിലൊരു 6 സ്ത്രീകൾ പ്രേമിച്ച് കല്യാണം കഴിക്കുകയും പിന്നീട് അയാളുടെ ഉപദ്രവം, ശാരീരികമായ ഉപദ്രവം, ഒരു പെണ്ണിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച അനുഭവമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പ്രേമിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഇയാളൊരു സൈക്കോ ആണ്, അല്ലെങ്കിൽ ഇയാൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇയാൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്നൊന്നും പ്രേമിക്കുന്ന സമയത്ത് കാണുന്നില്ല എന്നുള്ളത് ഒരു സോഷ്യലി സ്ത്രീകൾ പങ്കുവെക്കുന്ന അനുഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് യാതൊരു അടിത്തറയില്ലാത്തൊരു കാര്യമാണ് പ്രേമിച്ചിട്ട് ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളത്. പ്രേമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ അഡിക്റ്റഡ് ആണ് ആ പേഴ്സണോട്, ആ വ്യക്തിയോട് നമ്മൾ അഡിക്റ്റാണ്. അതുകൊണ്ട് തന്നെ അഡിക്ഷനിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ന്യൂനതകൾ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ സൂചിപ്പിക്കുന്നത്. അതേസമയം അറേഞ്ച്ഡ് മാരേജിൽ എല്ലാവരും സോബറാണ്, തീരുമാനമെടുക്കുന്ന എല്ലാവരും സോബറാണ്, ആരും അഡിക്റ്റഡ് അല്ല. എല്ലാവരുടെയും അമിഗ്ഡല വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും സ്വഭാവം കൃത്യമായി പഠിച്ച് വിലയിരുത്താനും ക്രിറ്റിക്ക് ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ട്. അങ്ങനെ ഒരു കഴിവുള്ളപ്പോൾ കൂലങ്കഷമായൊരു പഠനം അയാളെപ്പറ്റി പഠിച്ച് കൃത്യമായ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് അയാളുടെ ദുസ്വഭാവങ്ങൾ അയാളുടെ കുടുംബത്തിൽ നിന്നോ അയാളുടെ ബന്ധുക്കളിൽ നിന്നോ അയൽവാസികളിൽ നിന്നൊക്കെ പഠിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനം, മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ വിവാഹിതരാവുന്ന മകനോ മകളോ അവരുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ച തീരുമാനം എങ്ങനെയാണ് ഈ അഡിക്ഷൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ അമിഗ്ഡല വർക്ക് ചെയ്യാത്ത പ്രേമത്തിൻ്റെ മത്തിൽ എടുക്കുന്ന തീരുമാനത്തെക്കാൾ ഉചിതമല്ല എന്നെങ്ങനെയാണ് പറയുക? റേഷണലി മറ്റേതാണ് ഉത്തമം എന്നുള്ളത്, അഥവാ അന്വേഷണത്തിലൂടെയുള്ള വിവാഹമാണ് യഥാർത്ഥത്തിൽ ലോജിക്ക് വർക്ക് ചെയ്യുന്ന, ബുദ്ധി വർക്ക് ചെയ്യുന്ന ഡിസിഷൻ എന്നുള്ളതാണ് ശാസ്ത്രീയമായി നമ്മൾ നോക്കുമ്പോഴും സോഷ്യലി നമ്മൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം പത്രത്തിൽ ഒരു വാർത്ത ഞാൻ വായിച്ചു. 12 കമിതാക്കളുടെ കൊലപാതകങ്ങൾ കഴിഞ്ഞ വർഷം മാത്രമായി കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് അറിയപ്പെട്ടതാണ്. വിഷം കൊടുത്തു കൊന്നതും അതുപോലെ തന്നെ തല്ലിക്കൊന്നതൊക്കെ കമിതാക്കൾ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ്. സോഷ്യലി അതൊക്കെ നടക്കുന്നുണ്ട്. കമിതാവിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അത് ഇഗ്നോർ ചെയ്യുകയും വിവാഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു വിഷയം ഇടയാളെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഒരാൾ പ്രേമിക്കാൻ തുടങ്ങിയാൽ, പ്രണയത്തിലായാലും നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ പറയുക ഫാൾ ഇൻ ലവ് എന്നാണ്. പ്രണയത്തിൽ വീണു എന്നാണ് പറയുക. സത്യത്തിൽ അതൊരു ട്രാപ്പിൽ വീഴുകയാണ്, ഫാൾ ഇൻ ലവ്. അപ്പോൾ ഒരാൾ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതും അറേഞ്ച്ഡ് മാരേജിൽ വിവാഹം കഴിക്കുന്നതും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, പ്രേമിച്ച് വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ ഏതോ ഒരു മൊമെൻറ്റിൽ അയാളോട് അട്രാക്റ്റഡ് ആയി. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇയാളാണ് എൻ്റെ പാർട്ട്ണർ. അങ്ങനെ അട്രാക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ അയാളെ ചൂസ് ചെയ്തു. ഇതാണ് പ്രണയവിവാഹത്തിൽ നടക്കുന്നത്. അറേഞ്ച്ഡ് മാരേജിൽ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുകയാണ്, ആദ്യം ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ബുദ്ധിപൂർവ്വമാണ് ഓരോ പ്രൊഫൈൽ നോക്കിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുത്ത ഒരാളെ ചൂസ് ചെയ്തതിന് ശേഷം പിന്നെ അയാളെ പ്രേമിക്കാൻ തുടങ്ങുകയാണ്, പിന്നെയാണ് അട്രാക്റ്റഡ് ആവുന്നത്. ഒന്നിൽ ആദ്യം അട്രാക്റ്റ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ അയാളെ ചൂസ് ചെയ്യുന്നു. കാരണം അട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ഒരു ഓപ്ഷനും നോക്കില്ല, അതുകൊണ്ട് ഞാൻ അയാളെ ചൂസ് ചെയ്തു. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ കുറേ ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും മികച്ചത് നോക്കിയിട്ട് ഞാൻ ചൂസ് ചെയ്തു, എന്നിട്ട് അയാളോട് അട്രാക്റ്റഡ് ആയി. സത്യത്തിൽ പ്രണയബന്ധത്തിൽ ഒരു ചോയ്സും ഇല്ല. അറേഞ്ച്ഡ് മാരേജിൽ നമുക്ക് ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലൊരാളെ ചൂസ് ചെയ്യണു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ദീർഘകാലം നിലനിൽക്കും. ഇപ്പോൾ ഈ മാസം പുറത്തിറങ്ങിയ ഒരു പഠന റിപ്പോർട്ടുണ്ട്, വൈഫൈ ടാലൻസ് എന്നുള്ള ഒരു ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് വിങ് പുറത്തുവിട്ട വിവാഹവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഗ്ലോബലി ലോകത്ത് അറേഞ്ച്ഡ് മാരേജിൻ്റെ ഡൈവേഴ്സ് റേറ്റ് 6%. അറേഞ്ച്ഡ് മാരേജിൻ്റെ ഡൈവേഴ്സ് റേറ്റ് വേൾഡിൽ 6%. ലവ് മാരേജിൻ്റെത് 50%. ഡൈവേഴ്സ് റേറ്റ് ലവ് മാരേജിൻ്റെത് 50%, മറ്റേത് 6%. ഇന്ത്യയിൽ ടോട്ടൽ മാരേജിൻ്റെ ഡൈവേഴ്സ് റേറ്റ് ഇപ്പോഴും 1.1% ഉള്ളൂ. 1.1%. അത് അർബൻ സിറ്റിയിൽ വലിയ സിറ്റികളിലേക്ക് പോയാൽ 3% ഉള്ളൂ. അപ്പോൾ അറേഞ്ച്ഡ് മാരേജ്, അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട്, അറേഞ്ച്ഡ് മാരേജിന്
പിന്നെ ലോങ്ങിറ്റിവിറ്റി കൂടുതലാണ്, അത് ദീർഘകാലം നിലനിൽക്കും. ലവ് മാരേജിന് അത്ര ദീർഘകാലം നിലനിൽക്കുന്നില്ല. അത് പഠനങ്ങൾ പറയുന്നതാണ്, സർവേ റിപ്പോർട്ടിൽ പറയുന്നതാണ്. കൂടുതൽ കാലം നിലനിൽക്കുന്നില്ല, അത് എത്രയും പെട്ടെന്ന് ഡൈവേഴ്സിലേക്ക് പോവാണ്. അറേഞ്ച്ഡ് മാരേജ് കൂടുതൽ കാലം നിലനിൽക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ബുദ്ധിപൂർവ്വമാണ് എന്നുള്ളതുകൊണ്ടാണ്. മാത്രമല്ല അതിൽ വേറൊന്ന്, 95% ബന്ധങ്ങളും കൂടുതൽ നിലനിൽക്കാനുള്ള ഒരു കാരണം പറയുന്നത് റിലീജിയസ് ഹോമോജീനിറ്റിയാണ്. രണ്ടാളും ഒരേ മതത്തിലായതുകൊണ്ട് അവരുടെ വാല്യൂസ് ഷെയർഡ് ആയിരിക്കും. ഷെയർഡ് വാല്യൂസ് ആയതുകൊണ്ട് അവർ ദീർഘകാലം ആ ബന്ധം നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു പാർട്ട്ണറെ പരിഗണിക്കുമ്പോൾ ഒന്നാമതായിട്ട് ദീന് നോക്കണം എന്ന് പറയുന്നത് ഇവിടെ എത്രത്തോളം പ്രസക്തമാണ് നമുക്ക് അതിന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ആ വിഷയത്തിലുള്ളത്. പിന്നെ നമ്മൾ വിവാഹത്തിൻ്റെ ചടങ്ങിലുള്ള മാറ്റമേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള സാങ്കേതികമായ എല്ലാ ജീവിത രീതികളും ഒന്നല്ലേ എന്നുള്ളതാണ്. സാങ്കേതികമായി ശാരീരികമായും ചെയ്യുന്നതൊക്കെ ഒന്നാണെങ്കിലും അവിടെ ഇസ്ലാമിൽ എന്താ വെച്ചാൽ കുടുംബ സംവിധാനത്തിനകത്തൊരു ബാലൻസ്ഡ് സ്ട്രക്ചർ ഉണ്ട്. ഇസ്ലാം കുടുംബത്തിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തന്നെ കാണുന്നത്. അതിലൊരു ബാലൻസ്ഡ് സ്ട്രക്ചർ ഉണ്ട്, അതിൽ കൃത്യമായ റോളുണ്ട്. ആ റോള് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിഫൈൻ ചെയ്ത റോൾ അനുസരിച്ചാണ് ആ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ജീവിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇതര മതങ്ങളിലോ ദർശനങ്ങളിലോ നോക്കിയാൽ അവരെ സംബന്ധിച്ച് അത്തരം ഒരു റോളോ ഒരു ഡിഫൈൻഡ് റോളോ സ്ട്രക്ചറോ ഒന്നും ഉണ്ടാവില്ല. എന്താണോ നാട്ടിലെ കൂടുതലായിട്ട് സ്വീകരിക്കുന്ന രീതി അത് തന്നെയായിരിക്കും അവരും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ ഭർത്താവിന് കൃത്യമായ റോളുണ്ട്. ഭർത്താവിനോട് പറഞ്ഞത് പിന്നെ ഭർത്താവ് അവൻ കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണ്, ഭാര്യ അവളുടെ ഭർത്താവിൻ്റെ വീടിൻ്റെയും കുട്ടികളുടെയും ഭരണാധികാരിയാണ്. ഇതൊരു റോള് കൃത്യമായി ഡിഫൈൻ ചെയ്യുകയാണ്. ഭർത്താവിനെ സംബന്ധിച്ച് റിജാൽ കവ്വാമൂൻ അലൻ നിസ, അവന് ഒരു പ്രൊട്ടക്ടറും പ്രൊവിഷൻ പ്രൊവൈഡറുമാണ്. കാരണം അവനെ സംബന്ധിച്ച് സാമ്പത്തികമായ അതിൻ്റെ സുരക്ഷിതത്വവും അവർക്ക് വേണ്ട വസ്ത്രം ഭക്ഷണം പാർപ്പിടം ഇത് മൂന്നും കൊടുക്കാനും ഇവൻ ബാധ്യസ്ഥനാണ്. പെണ്ണിനെ സംബന്ധിച്ച് ആ വീട് കൊണ്ട് നടക്കലും അവൻ്റെ കുട്ടികളുടെ നർച്ചറിങ്ങും ഈ പെണ്ണിൻ്റെ ബാധ്യതയാണ്. അതിനർത്ഥം പെണ്ണ് ജോലിക്ക് പോകണ്ടെന്നില്ല. പെണ്ണിന് സമ്പാദിക്കാം, പെണ്ണിന് ജോലിക്ക് പോവാം, ബിസിനസ് ചെയ്യാം, പൊളിറ്റിക്കൽ ആക്ടിവിസത്തിന് പോവാം, ചാരിറ്റി പ്രവർത്തനത്തിനും ഒക്കെ പോവാം. പക്ഷേ ഈ രണ്ട് റോളൊന്നും ആരും മാറരുത്. ഇപ്പോൾ പുരുഷൻ വിചാരിക്കുകയാണ്, ഇപ്പോൾ കുടുംബത്തിൽ പുരുഷൻ വിചാരിക്കുകയാണ്, ഞാൻ ഇനി മുതൽ ജോലിക്കൊന്നും പോകില്ല, ഞാൻ ഇനി ഒരു നന്മമരമായിക്കൊണ്ട് ഫുൾ ടൈം ചാരിറ്റി പ്രവർത്തനത്തിന് ഇറങ്ങുകയാണ് എന്നൊരു പുരുഷൻ വിചാരിച്ചാൽ അവൻ ആ റോളൊന്ന് മാറി. ആ റോളിന്ന് അവൻ മാറുകയാണ്. അത് പാടില്ല. ഇപ്പോൾ ഒരു പെണ്ണ് തീരുമാനിക്കുകയാണ് തൽക്കാലം ഇപ്പോൾ കുട്ടികളൊന്നും വേണ്ട, ഞാനിപ്പോൾ ഒരു ഡോക്ടർ ആവാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾ ആ റോളിന്ന് മാറി. അപ്പോൾ രണ്ടാളും ഈ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയുമായി മുന്നോട്ട് പോകും. ഇതാണ് ഇപ്പോൾ നമ്മളൊരു ട്രഡീഷണൽ വിസ്ഡത്തിൽ നമ്മളൊരു ബ്രെഡ് വിന്നർ ഹോം മേക്കർ കോംബോ എന്ന് പറയും. അതായത് രണ്ടുപേര് വിവാഹം കഴിക്കുമ്പോൾ ഒരാളൊരു ബ്രെഡ് വിന്നറിൻ്റെ റോളും ഒരാളൊരു ഹോം മേക്കറിൻ്റെ റോളും ഒരു ബ്രെഡ് വിന്നർ ഹോം മേക്കർ കോംബോയിലാണ് പിന്നെ ട്രഡീഷണൽ വിസ്ഡം അനുസരിച്ച് കുടുംബ യൂണിറ്റുകൾ മുന്നോട്ട് പോകുന്നത്. അത് ഇന്നും ഒരു ട്രാഡ് വൈഫ് ട്രെൻഡ് നമുക്ക് പടിഞ്ഞാറുനിന്ന് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ കാണാം ഈ ട്രഡീഷണൽ വൈഫ് ട്രാഡ് വൈഫ് ട്രെൻഡുകൾ ആ പഴയ ഇതിലേക്ക് തിരിച്ചു പോവുകയാണ്. കാരണം അതിലാണ് ഒരു സംതൃപ്തി എന്നുള്ള ആൾക്ക് അതിലേക്ക് തിരിച്ചു പോകുന്നത് നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോൾ പിന്നെ ഇതാണ് ഇസ്ലാമികമായ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം. അവിടെ ഒരു ബാലൻസ്ഡ് സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനകത്താണ് അവർ ജീവിക്കുന്നത്. അവിടെ ആർക്കെങ്കിലും ശക്തി കൂടുതൽ സമ്പത്ത് കൂടുതൽ എന്നൊന്നുമില്ല. പെണ്ണിനെ സംബന്ധിച്ച് പെണ്ണിന് പിന്നെ സാമ്പത്തികമായ ഭാരം ഇസ്ലാമിക കുടുംബ സംവിധാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കരയാൻ വേണ്ടിയിട്ടുള്ളതല്ല, അവൾക്കത് കൊടുത്തിട്ടില്ല എന്നുള്ളത് അവർക്കൊരു ഹയറാണ്. അതേസമയം പെണ്ണിനെ സംബന്ധിച്ച് ഡീഫാൾട്ട് ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ ഗ്യാരണ്ടി സിസ്റ്റം ഇസ്ലാമിലുണ്ട്. കാരണം പെണ്ണിന് സമ്പത്ത് ഇങ്ങോട്ട് കിട്ടും, പെണ്ണൊരിക്കലും സമ്പത്ത് ചെലവാക്കേണ്ടതില്ല എന്നുള്ളതാണ്. അവൾ ബൈ ഡീഫോൾട്ട് പെണ്ണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് ഇസ്ലാമിക വ്യവസ്ഥയുടെ അകത്ത്. അത് നമ്മൾ നാട്ടിലെ ആചാരം അനുസരിച്ച് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വേറെ വിഷയം. ഇസ്ലാമിക കുടുംബ വ്യവസ്ഥയുടെ അകത്ത് അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ഇസ്ലാമിക കുടുംബത്തിൻ്റെ ഒരു സ്ട്രക്ചർ വളരെ ഡിഫൈൻഡ് ആണ്. ആ ഡിഫൈൻഡ് സ്ട്രക്ചറിൻ്റെ അകത്തൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുക എന്നുള്ളൊരു വ്യതിരിക്തത മുസ്ലിം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് ഈ വിവാഹമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കിടയിൽ അവൻ പറഞ്ഞതാണ്, വിവാഹം എന്ന് പറഞ്ഞത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമൊന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്വന്തം ഇഷ്ടങ്ങളൊന്നും നടക്കൂല എന്ന് പറയുന്നൊരു ചിന്ത ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഈ ഒരു കാര്യം അവരെന്നോട് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഒരു ചിന്തയിൽ നോക്കുമ്പോൾ ശരിയല്ല. നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കുട്ടികളുണ്ടാകുന്നു, അവരെ പരിപാലിക്കണം, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് കൂടി നമ്മുടെ പണം ചെലവഴിക്കേണ്ടി വരും എന്നുള്ളത് അങ്ങനെ പറയുമ്പോൾ
അത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയല്ലേ? നമ്മളെ ജോലി ഇപ്പോൾ എനിക്കൊരു 10,000 രൂപ സാലറി ഉണ്ടെങ്കിൽ അതിലൊരു 8,000 രൂപയും കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ എൻ്റെ ഫ്രീ ആയിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന പണത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നില്ല എന്നൊരു ചോദ്യം അവനിങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് അതിനുള്ളൊരു മറുപടി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക? രണ്ട് തലങ്ങൾ നമ്മളിപ്പോൾ ഒരു തലം വിശദമായി പറഞ്ഞു. യഥാർത്ഥത്തിൽ വിവാഹം വേണ്ട, സിംഗിൾ ലൈഫ് മതി, എൻ്റെ കാര്യം മെച്ചപ്പെടും എന്നുള്ള ധാരണ തന്നെ തെറ്റാണ് എന്നുള്ളതാണ് നമ്മൾ തെളിവ് സഹിതം പറഞ്ഞത്. ഇത് നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് ഈസാണ്. ചിന്തിക്കുമ്പോൾ ഒറ്റക്ക് ജീവിക്കുന്നതല്ലേ എല്ലാം കിട്ടാൻ സാധ്യത കൂടുതൽ എന്നുള്ള വെറും ചിന്തയാണ്. പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല ഈ ധാരണ വരുന്നത്. നേരെ മറിച്ച് ചിന്തിക്കാൻ എളുപ്പം ഇതാണ്, അതുകൊണ്ട് അതായിരിക്കും ശരി എന്നുള്ള ധാരണ. യഥാർത്ഥത്തിൽ സിംഗിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ആളേക്കാൾ കൂടുതൽ വ്യക്തിപരമായ സന്തോഷം, കളക്റ്റീവായ സന്തോഷമല്ല പറയുന്നത്, വ്യക്തിപരമായ സന്തോഷം, വ്യക്തിപരമായ ആരോഗ്യം, വ്യക്തിപരമായ സാമ്പത്തിക നേട്ടം, വ്യക്തിപരമായ ഏതൊക്കെ വെൽഫെയറുകളുണ്ടോ അതെല്ലാം ലഭിക്കുന്നത് മാരീഡ് ആയിട്ടുള്ള വ്യക്തിക്കാണ് എന്നാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ മെച്ചം ഭൗതികമായി കിട്ടുന്നത് കല്യാണത്തിലൂടെയാണെന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലി തന്നെ വിവാഹം കൂടുതൽ മെച്ചപ്പെട്ടതാണെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല. ഈ ലോകത്ത് നമ്മൾ പലരുടെയും ഔദാര്യവും പലരുടെയും ജീവിതത്തിൻ്റെ പങ്കുമൊക്കെ വഹിച്ചുകൊണ്ട് അത് നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും ഉണ്ട്. നമ്മൾ കാണാത്ത സൂക്ഷ്മജീവികൾ പോലും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓസോൺ പാളി എന്ന് പറയുന്ന, നമുക്ക് സുഖകരമായി ബീച്ചിൽ നിൽക്കുകയും വെയിലുണ്ടായിട്ടും ക്ഷതം നമ്മളുടെ ശരീരത്തിനോ മറ്റൊന്നും അൾട്രാ വയലറ്റ് രശ്മിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള റേ ഒന്നും വരാതെ നമ്മൾ സംരക്ഷിക്കുന്ന ഈ ഓസോൺ പാളി പോലും ബില്യൺ കണക്കിന് അണുക്കൾ, ബാക്ടീരിയകൾ അവ സ്വന്തം ജീവിതം ത്യജിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങളിലൂടെ ഉണ്ടായതാണ് ഈ ഓസോൺ പാളി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജീവജാലവും നമുക്ക് വേണ്ടിയിട്ട് ഓരോന്നും ഒരുക്കി തരുന്നുണ്ട്. ഓരോ മനുഷ്യരും നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകളെല്ലാം നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അത് സമൂഹത്തിനും അതുപോലെ തന്നെ അവനും ദോഷകരമാണ് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ഒരു സ്വാർത്ഥനായി ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ അവന് ജീവിക്കേണ്ട എന്നാണ് പ്രകൃതി പറയുന്നത്. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന, കളക്ടിവിസത്തിന് പ്രാധാന്യം നൽകി ജീവിക്കുന്ന മനുഷ്യനേക്കാൾ കുറവാണ് ജീവിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞത്. 14 വർഷം കൂടുതൽ ശരാശരി വിവാഹം ചെയ്ത ആൾ കൂടുതൽ ജീവിക്കുകയാണ്. കാരണം എന്താണ്? പ്രകൃതി പറയുകയാണ്, നീ അധികം ജീവിക്കേണ്ട ആവശ്യമില്ല, നീ ഒറ്റക്ക് നിനക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്, നിൻ്റെ ആവശ്യം ഇവിടെ കുറവാണ് എന്ന് ഒരു പരിണാമവാദ വീക്ഷണപ്രകാരം നോക്കുകയാണെങ്കിൽ പോലും പരിണാമം പറയുന്നത് നീ ജീവിക്കേണ്ട, നിന്നിൽ നിന്ന് ഇനി ഒരാൾ ഉണ്ടാവണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഈ സിംഗിൾ ലൈഫ് യഥാർത്ഥത്തിൽ വ്യക്തിപരമായും ദോഷം ചെയ്യുന്നു, കളക്റ്റീവായി നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മളുടെ വയറ്റിലുള്ള മൈക്രോബയോട്ട എന്ന് പറയുന്ന ജീവജാലങ്ങൾ, ആ അണുക്കൾ തന്നെ നിങ്ങൾ നോക്ക്. ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടോ, ഈ മിൽക്കി വേ ഗാലക്സിയിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ അതിനേക്കാളധികം മൈക്രോബയോട്ട ഒരു മനുഷ്യൻ്റെ വയറ്റിലുണ്ട്. ഈ മൈക്രോബയോട്ടയാണ് നമുക്ക് ജീവിക്കാനുള്ള എല്ലാം ഒരുക്കി തരുന്നത്. നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ബ്ലഡ് ഷുഗർ അടക്കം, നമ്മളുടെ ഇമ്മ്യൂണിറ്റി അടക്കം, നമുക്കൊരു രോഗം വന്നാൽ അതുമായിട്ടുള്ള മൽപ്പിടുത്തം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവജാലങ്ങൾ. ഇതെല്ലാം നമുക്ക് ഒരുക്കി തന്ന, നമ്മളറിയാതെ നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബിന് വേണ്ടി, ആ ദൈവത്തിന് വേണ്ടി, ആ പടച്ചവന് വേണ്ടി, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുടെ കൂടെ ജീവിക്കുന്ന സഹപ്രവർത്തകർ, ഇവർക്കൊന്നും ഈ കളക്റ്റീവായിട്ടുള്ള നന്മ എനിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യൻ സിംഗിൾ ലൈഫ് ചൂസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പരോക്ഷമായ, സ്വാർത്ഥമായ താല്പര്യത്തിൽ പരോക്ഷമായി ഉള്ളടങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ദൂരവ്യാപകമായി വരുമ്പോഴാണ് ഈ സെലക്ഷൻ്റെ പ്രശ്നം നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണത്തിന് ഗാർഡിയൻ എന്ന് പറയുന്ന പത്രത്തിൽ കഴിഞ്ഞ മാസം വന്ന ഒരു വാർത്ത, ആ വാർത്ത ജപ്പാൻ ഈസ് ആസ്കിങ് സിംഗിൾസ് വൈ ആർ യു നോട്ട് ഗെറ്റിംഗ് മാരീഡ്. ജപ്പാൻ ഇന്ന് യുവാക്കളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ല? സമൂഹം ഇന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജപ്പാനിൽ ഇമിഗ്രേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, മറ്റ് സമൂഹങ്ങൾ വന്ന് ജീവിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആളുകൾക്ക് കെയർ ടേക്കിങ്ങിൻ്റെ മേഖലയിൽ ആളില്ലാതെയാവാണ്.
എൽഡർലി ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ആളുകളെ നോക്കാൻ ആളില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പല സ്കൂളുകളും അടച്ചുപൂട്ടി, വിദ്യാർത്ഥികൾ പഠിക്കാനില്ല, ജോലി ചെയ്യാൻ അധ്യാപകരില്ല. എത്രയോ സ്കൂളുകൾ, എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് ജപ്പാനിൽ. അപ്പോൾ ജപ്പാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ല? അപ്പോൾ നമ്മളുടെ ഒരു ചോയ്സ് നമ്മളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മൾ കടപ്പെട്ടിട്ടുള്ള രാഷ്ട്രത്തിനും സമൂഹത്തിനും കുടുംബത്തിനും എല്ലാം ദൂരവ്യാപകമായ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മളുടെ ഒരു ചോയ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവരോട് കടപ്പെട്ടവരാണ്. നമ്മൾക്ക് മാത്രം വേണ്ടി ജീവിക്കുന്നവരല്ല, എല്ലാവർക്കും വേണ്ടി ജീവിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അസ്സലാമു അലൈക്കും. ഇപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ തന്നെ കല്യാണ പ്രായത്തിൽ പല വ്യത്യാസങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ തെക്കൻ ജില്ലകളിലേക്ക് പോകുമ്പം 30-32 വയസ്സിലൊക്കെ അങ്ങോട്ടേക്ക് കല്യാണം നീട്ടി വെക്കുന്ന, അല്ലെങ്കിൽ ചില ഏരിയാസിൽ ചില കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നേരത്തെ കല്യാണം കഴിക്കുക. അപ്പോൾ ഈ കല്യാണ പ്രായത്തിൽ ഏറ്റവും ഒപ്റ്റിമലായ പ്രായം ഏതാണ്? ബെസ്റ്റ് കല്യാണത്തിന് എല്ലാ നിലക്കും, സയൻറ്റിഫിക്കായിട്ടും അല്ലാതെയും സാമൂഹികമായിട്ടൊക്കെ ഒരു ഒപ്റ്റിമൽ ടൈം ഏതാണ്? പിന്നെ ഞാൻ ഈ പ്രോഗ്രാമിന് വരാനുണ്ടായ ഒരു കാരണം, ഈ ഒരു പോസ്റ്റർ വേണോ വിവാഹം, ആ ഒരു ക്യാപ്ഷൻ കണ്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ക്യാപ്ഷൻ ഭയങ്കര ക്യാപ്റ്റീവായി തോന്നി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താനുള്ളൊരു സാഹചര്യം കൂടി, അതിൻ്റെ ഒരു പ്രസക്തി കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. വിവാഹ പ്രായവുമായി ബന്ധപ്പെട്ട് വിവാഹം കഴിക്കാൻ ഏറ്റവും ഒപ്റ്റിമലായ പ്രായം ഏതാണെന്നുള്ളതാണ്. ബയോളജിക്കലി സംസാരിക്കുകയാണെങ്കിൽ പ്രായപൂർത്തിയായ ഉടനെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ്. അഥവാ ഒരു പെണ്ണാണെങ്കിൽ 9 വയസ്സിൽ പ്രായപൂർത്തിയായാൽ 9 വയസ്സിൽ വിവാഹം കഴിക്കണം. ഒരാണ് 12-13 വയസ്സിൽ പ്രായപൂർത്തിയായാൽ 12-13 വയസ്സിൽ വിവാഹം കഴിക്കണം, ബയോളജിക്കലി പറയുകയാണെങ്കിൽ. കാരണം ശരീരം സ്പേം, ഒരു പുരുഷൻ്റെ ശരീരം, ഒരു ആൺകുട്ടിയുടെ ശരീരം സ്പേം പ്രൊഡ്യൂസ് ചെയ്യുകയും ആ സ്പേം തൻ്റെ ഇണയിലേക്ക് പാസ് ചെയ്യാൻ സമയമായി എന്ന് ശരീരം നൽകുന്ന സൂചനയാണ് ആ സ്പേം പ്രൊഡക്ഷനും ശരീരത്തിൻ്റെ ഈ മാറ്റങ്ങളും എല്ലാം. അത് ഇണ ചേരാൻ സമയമായി എന്ന സിഗ്നൽ, മെസ്സേജ് ശരീരം നൽകുകയാണ്. ആ സമയത്ത് ശരീരം നൽകുന്ന സമയത്ത് ഇണ ചേരണം. ബയോളജിക്കലി പറഞ്ഞു, ഒരു പെണ്ണിന് പീരിയഡ്സ്, മെൻസ്ട്രേഷൻ തുടങ്ങുന്നത് 9-10 വയസ്സാണെങ്കിൽ ആ സമയത്ത് അവളുടെ ഉള്ളിൽ അണ്ടോൽപാദനം നടക്കുകയും ആ അണ്ടം, ആ എഗ്ഗ് ഒരു സ്പേമിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവളുടെ ഫെലോപ്പിയൻ ട്യൂബിൽ ഇരിക്കുകയും ചെയ്യുന്നത് ഒരു സ്പേം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ബയോളജിക്കലി അവളുടെ ശരീരം ഇണ ചേരാൻ വേണ്ടി റെഡിയായി എന്ന് നൽകുന്നൊരു സന്ദേശമാണ്. പക്ഷേ അവിടെ മറ്റൊരു തലം കൂടി നമ്മൾ പരിഗണിക്കേണ്ടത് മാനസികമായി അതിനെത്രത്തോളം തയ്യാറെടുപ്പ്, ഒരു പക്വത, ഒരു മെൻ്റലി അതിനെത്രത്തോളം പ്രിപ്പയർഡ് ആണ് എന്നുള്ളതാണ്. അതിൽ നമ്മളുടെ ഈ കാലങ്ങൾ പിന്നിടുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, സാമൂഹികമായ സാഹചര്യങ്ങളൊക്കെ. ഇപ്പോൾ മുമ്പ് കൗമാരം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. കാരണം ഒരു പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കും, യുദ്ധത്തിന് പോകും, അവർ അധ്വാനിക്കാൻ പോകും, ഇതൊക്കെയാണ് ഉണ്ടാവുക. സ്ത്രീകളാണെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നേരെ വിവാഹം കഴിക്കും. പക്ഷേ നമ്മളുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ രീതികളൊക്കെ ഒരു വ്യാവസായിക വിപ്ലവത്തോടു കൂടി ഈ ഒരു രൂപത്തിൽ സ്ട്രക്ചർ ചെയ്ത് വന്നതോടുകൂടി ഒരുപാട് കാലം വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നു. ഇപ്പോൾ അത് 10ാം ക്ലാസ് കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, PG കഴിഞ്ഞ്, PhD കഴിഞ്ഞ്, ഇപ്പോൾ PDF പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് വരെ ആകുമ്പോൾ 10-32 വയസ്സായി. അപ്പോൾ വിവാഹം കഴിക്കുക, ഇതൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കുക എന്നുള്ളത് നമ്മളുടെ ബയോളജിക്കലി അത് ഒരുപാട് ലേറ്റായി. നമുക്ക് നോക്കാവുന്ന ലീഗൽ ഏജാണ്. ലീഗൽ ഏജ് ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ലീഗൽ ഏജ് വ്യത്യസ്തമാണ്. അത് 14 മുതൽ 15, 16, 17, 18, 20, 21 വരെ പല രാജ്യങ്ങളിലും പല ഏജുകളാണ്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ആണിന് 21, പെണ്ണിന് 18. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വിവാഹം കഴിക്കാൻ ശാരീരികമായി എന്തായാലും ഓക്കെയാണ്, മാനസികമായി കൂടി റെഡിയാണെങ്കിൽ അത് ഏറ്റവും നല്ല പ്രായമാണ്. ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റുകളൊക്കെ പറയുക ആദ്യ പ്രസവത്തിന് ഏറ്റവും യോജിച്ച സമയം ഒരു 20 വയസ്സാണ് എന്നുള്ളതാണ്. 20 വയസ്സാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ഒരു ഓവുലേഷൻ എന്നുള്ളത്, ആ ഓവുലേഷൻ്റെ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് അതൊരു 30 വയസ്സ് കഴിഞ്ഞാൽ താവാൻ തുടങ്ങും, ഒരു ഡീക്ലൈനിലേക്ക് പോകും. ഒരു 37 കഴിഞ്ഞാൽ അത് നല്ലൊരു ശതമാനം താവും. 40 കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആവും. ഒരു 45 കഴിഞ്ഞോട് കൂടി പിന്നെ അതൊരു മെനപ്പോസിലേക്ക് പോകും. അതിൻ്റെ ഉള്ളിൽ പരമാവധി നമ്മുടെ ജനറേഷൻ നിലനിർത്താനുള്ള, വംശം നിലനിർത്താനുള്ള ഈ ഫെർട്ടിലൈസേഷൻ, ഈ ഉൽപ്പാദനം നടക്കണം എന്നുള്ളതാണ് ശരീരം നൽകുന്ന സൂചനകൾ. അപ്പോൾ അത് എത്രത്തോളം ഡിലേ ആക്കുന്നോ സത്യത്തിൽ അത്രത്തോളം ശാരീരികമായ ആസ്വാദനവും ഈ പറഞ്ഞ
പിന്നെ നമ്മളുടെ ഒരു വംശം നിലനിർത്താൻ, ഒരു തലമുറ നിലനിർത്താൻ, ഒരു കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ളൊരിതും അത്രയും ഗ്യാപ്പ് അവിടെ വരികയാണ്. ആ പ്രസവം അത്രയും കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നുള്ളതാണ്. അപ്പോൾ എത്രയും നേരത്തെ വിവാഹം കഴിക്കുമെങ്കിൽ അത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഒരാൾ വിവാഹം വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വിവാഹം വേണ്ട, ഒരാണോ പെണ്ണോ പറയുകയാണെങ്കിൽ സത്യത്തിൽ അയാൾ ഒരു രാജ്യദ്രോഹിയാണ്. വിവാഹം ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ സത്യത്തിൽ ഒരു രാജ്യദ്രോഹിയാണ്. രാജ്യദ്രോഹിയാന്ന് പറയാൻ കാരണം ഇന്ന് ലോകത്തുള്ള ജനസംഖ്യ അടുത്ത തലമുറയിലേക്ക് ഇതേപോലെ നിലനിൽക്കണമെങ്കിൽ ഒരു സ്ത്രീ 2.1 കുട്ടികളെ പ്രസവിക്കണം എന്നാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയാം. ലോകത്ത് മൊത്തമുള്ള കണക്കാണ്. അത് ഇന്ന് ഒരുപാട് കുറഞ്ഞ് കേരളത്തിലിപ്പോൾ പിന്നെ കഴിഞ്ഞ ലാസ്റ്റ് കണക്കെടുത്തപ്പോൾ 1.8 ആയിരുന്നു. ഇപ്പോൾ അനൗദ്യോഗികമായ കണക്കുകൾ പറയുന്നത് 1.4 3 ഒക്കെ ആയിന്നാ. ഇപ്പോൾ ജപ്പാനിലെ പ്രശ്നങ്ങൾ പറഞ്ഞു. ജപ്പാനിൽ 1.2 ചൈനയിൽ 1.3. അപ്പോൾ എന്താ ഈ കുട്ടികൾ ഈ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുള്ള അവസ്ഥ? അതായത് കുട്ടികൾ പുതിയത് ജനിക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? നിലവിലുള്ള ആളുകൾ വയസ്സായിക്കൊണ്ടിരിക്കും. ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ വൃദ്ധരായ ആളുകളാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഇക്കണോമി തകരും, ആ രാജ്യത്തിൻ്റെ ഉൽപ്പാദനം കുറയും, ആ രാജ്യത്തിൻ്റെ കയറ്റുമതി കുറയും, ഇറക്കുമതി കൂടും. കയറ്റുമതി കുറയുകയും ഇറക്കുമതി കൂടുകയും ചെയ്താൽ അതിൻ്റെ GDP താഴേക്ക് പോകും. ആ രാജ്യം ഇക്കണോമിക്കലി തകരും. അതുകൊണ്ടാണ് ജപ്പാൻ്റെ പ്രസിഡന്റ് ഫുമിയോ കിഷിഡ അവരുടെ സഭയിൽ അസംബ്ലിയിൽ വന്ന് പറഞ്ഞത്, ഇനി നമുക്ക് വേണ്ടത് ഒരു ചൈൽഡ് ഫസ്റ്റ് ഇക്കണോമിയാണ്. ഒരു ചൈൽഡ് ഫസ്റ്റ് ഇക്കണോമി എന്നാലേ ഇനി രാജ്യം മുന്നോട്ട് പോകുള്ളൂ. ജപ്പാനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ജപ്പാന് വേൾഡ് മാപ്പിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുമോ എന്ന് വരെ സംശയമുണ്ടെന്ന്. വേൾഡ് മാപ്പിൽ ജപ്പാൻ എന്നുള്ളൊരു രാജ്യം തന്നെ ഇല്ലാതായി പോകുമോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താ കാരണം എന്നറിയോ? ആൾക്കാർ വിവാഹം കഴിക്കുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് രാജ്യത്തോട് ചെയ്യുന്നൊരു ദ്രോഹമാണ്. ആരെങ്കിലും വിവാഹം കഴിക്കുകയും കുട്ടികൾ ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യസ്നേഹത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്നുള്ളതാണ് ഈ ശ്രിങ്കോണോമിക്സ് എന്ന് പറയും. അതായത് പോപ്പുലേഷൻ ചുരുങ്ങുന്നതിനനുസരിച്ച് രാജ്യത്തിൻ്റെ ഇക്കണോമി ചുരുങ്ങി പോകുന്നതാണ് ശ്രിങ്കോണോമിക്സ് എന്ന് പറയാം. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കോയിൻ ചെയ്തൊരു ടേമാണ് ശ്രിങ്കോണോമിക്സ്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഈ വിവാഹത്തിൻ്റെ പ്രായം, വിവാഹം ഡിലേ ആക്കുന്നത്, വേണ്ടാന്ന് വെക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. ഈ ടൈറ്റിൽ ഇട്ടത് തന്നെ ഇത് തന്നെയാണ് അതിൻ്റെ കാരണം ഇന്ന് നല്ലൊരു ട്രെൻഡ് നടക്കുന്നത് വിവാഹം വേണ്ട എന്നുള്ളതാണ്. വിവാഹം വേണ്ട എന്നുള്ളൊരു ട്രെൻഡാണ് നടക്കുന്നത്. എനിക്കറിയോ, ഇപ്പോൾ കുറേ ഫെമിനിസ്റ്റുകൾ ചോദിച്ചു. ലാരി ഗോട്ട്ലബ് എന്ന് പറഞ്ഞൊരു ഫെമിനിസ്റ്റ് ഉണ്ട്. അവരുടെ ഒരു ആത്മകഥ എഴുതുന്നുണ്ട്, മാരി ഹിം, അവനെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട്. അതിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ, അവരുടെ നല്ലൊരു പ്രായം 20കളും 30കളും എല്ലാം ഇതേപോലൊരു ലിബറൽ ഫെമിനിസ്റ്റുകൾ പറയുന്ന പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ, ഇൻഡിവിജ്വലിസത്തിൻ്റെ അവരുടെ എല്ലാ രീതിയിലും അടിച്ചു പൊളിച്ച് നടന്ന് ഒരു 40 വയസ്സാകാനായപ്പോൾ അവർക്ക് തോന്നി ഒരു വിവാഹം കഴിക്കണം. അവർ സ്പേം ബാങ്കിൽ നിന്ന് സ്പേം എടുത്തിട്ട് സ്വയം ഗർഭിണിയായി കുട്ടി വരെ ഉണ്ട്. പക്ഷെ എന്നിട്ടും സംതൃപ്തമാകാതെ 40ാമത്തെ വയസ്സെത്തിയപ്പോൾ വിവാഹം കഴിക്കാൻ ഭയങ്കരമായ കാരണം ഒരു തുണയില്ലാതെ, ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസ് ഇല്ലാതെ കഴിയണില്ല. എന്നിട്ട് ഒരാണിന് വേണ്ടിയുള്ള അവരുടെ സെർച്ചിങ് ആണ്. എത്ര തിരഞ്ഞിട്ടും ആളെ കിട്ടുന്നില്ല. ഒരാണിനെ 40ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കാൻ നോക്കിയിട്ട് ഒരാളെ കിട്ടുന്നില്ല. കാരണം ആണുങ്ങൾക്കൊക്കെ പ്രായം കുറഞ്ഞ ആളെ മതി. ആണ് എത്ര പ്രായം കൂടിയ ആളാണെങ്കിലും ആണിന് താല്പര്യം പ്രായം കുറഞ്ഞ പെണ്ണിനായിരിക്കും. അപ്പോൾ ഇവർക്ക് കിട്ടുന്നില്ല. ഇവരുടെ ഈ എക്സ്പീരിയൻസ് എഴുതുകയാണ് ഈ മാരി ഹിം എന്നുള്ള പുസ്തകത്തിൽ. ഈ അടുത്ത് ഒരു 3 മാസം മുമ്പ് അമേരിക്കയിലെ തെരുവുകളിൽ ഒരു വലിയ ഹോർഡിങ് വന്നു. നമ്മുടെ ബീച്ചിലേക്കുള്ള പോലെ വലിയ ഹോർഡിങ്. ആ ഹോർഡിങ്ങിൽ എന്താ എഴുതിയെന്ന് വെച്ചാൽ, marryLisa.com. ലിസ എന്ന് പറഞ്ഞൊരു പെണ്ണ് 40 വയസ്സായി. അവർ പറയുകയാണ്, ഞാൻ എത്ര കല്യാണം കഴിക്കാൻ നോക്കിയിട്ടും ഒരാളെ കിട്ടുന്നില്ല, ഒരു പാർട്ട്ണറെ കിട്ടുന്നില്ല. അപ്പോൾ ഞാനത് പരസ്യം കൊടുത്തിട്ട് ഹോർഡിങ് വെച്ചിട്ട് പരസ്യം ചെയ്യാണ്, marryLisa.com. എന്നിട്ട് അവിടെ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, ആർക്കെങ്കിലും വിവാഹം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അങ്ങനെ നടക്കുന്ന ഒരു ജനത ഒരു സമയത്ത് 20കളും 30കളും ഈ ആസ്വാദനം എന്ന് പറഞ്ഞ്, ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞ്, ഫ്രീഡം എന്ന് പറഞ്ഞ് നടന്നിട്ട് 40-ലെത്തുമ്പോൾ ഞങ്ങൾക്ക് ആളെ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വേണോ വിവാഹം എന്ന ഈ ടൈറ്റിൽ ആളുകൾക്കൊരു ഉത്ബോധനം എന്നുള്ള നിലക്ക് അങ്ങനെ ഒരു ടൈറ്റിൽ സ്വീകരിക്കാൻ കാരണം എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേണോ വിവാഹം എന്ന ടൈറ്റിലിൽ ഇവിടെ ഇത്ര നേരം നടന്ന പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് നേതൃത്വം വഹിച്ച അമീർ സാഹിബിനും അതേപോലെ ഡോക്ടർ മിഷാൽ സലീം സാഹിബിനും ദാവാ ബുക്സിൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അല്പസമയത്തിനുള്ളിൽ എഴുത്തുകാരനും പാട്ടുകാരനും അധ്യാപകനുമായ ജലീൽ പരപ്പനങ്ങാടി നയിക്കുന്ന നാദം എന്ന പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നതാണ്. പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവരും പാട്ട് പാടാൻ താല്പര്യമുള്ളവരും പാട്ട് ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും
ഈ സദസ്സിൽ സന്നിഹിതരാകണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.